ഒരു പാവപ്പെട്ട മനുഷ്യൻ നമ്മുടെ വീട്ടിലേക്ക് കല്യാണം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളെ അയൽവാസിയോ നമ്മളെ മഹല്ലത്തേരനോ പാവം മനുഷ്യൻ വന്നിട്ട് കോളിംഗ് ബെല്ല് നോക്കി. ആ സമയത്ത് നിങ്ങൾ ജനൽപ്പാളിയിലൂടെ നോക്കി ഏതോ നാട്ടിലൊരു നാടൻ കാക്കയാണ്. ഉമ്മാനോട് പോയിട്ട് പറയാണ് ആരോ അതാ വന്നിക്കണമെന്ന്. എന്ത് സംസ്കാരമാണ് നമുക്കുള്ളത്? ഒന്ന് വാതിൽ തുറക്ക്, എന്നിട്ട് ആ പാപത്തിനോട് പറയാ ഇക്ക കയറിയിരുന്നോളിൻ, ഞാൻ ഉമ്മയെ വിളിക്കാം. ആദ്യം എത്തി നോക്കിയ കുട്ടിയേക്കാൾ 1000 മടങ്ങ് സംസ്കാരമാണ് ഈ കുട്ടിക്കുള്ളത്. എന്താ അതിനിത്ര ചെലവ്? അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ എല്ലാറ്റിനെയും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കാൻ അത് സാധാരണക്കാരുടെ ഒരു ജോലിയാണ്. സാധാരണ എന്ന് പറയുന്നത് ഞാൻ പാവത കൊണ്ട് സാധാരണ എന്നതല്ല, അറിവ് കൊണ്ടും പക്വത കൊണ്ടും പാകത കൊണ്ടും സാധാരണക്കാരായ ആളുകൾ. അതുകൊണ്ടാണ് ലോ പീപ്പിൾ എന്നവരെ വിളിച്ചത്. താഴേക്കിടയിൽ ഞാൻ നല്ല ഭാഷയിൽ പറയുകയാണ്, ലോ പീപ്പിൾ എന്നാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ, ജനങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും. അയൽവാസിയെക്കുറിച്ച് കൂടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒന്ന് നടന്നാൽ നമുക്കും അങ്ങനെ പോകണം. അവിടെ അവർ ടൂറിന് പോയിട്ടുണ്ട്, നമുക്കും പോകണം. അല്ലെങ്കിൽ അവിടെ കല്യാണത്തിന് അച്ചാറ് വിളമ്പിയിട്ടുണ്ട്, അതുകൊണ്ട് അതേ അച്ചാറ് തന്നെ ഇവിടെയും വേണം. ഇങ്ങനെ ജനങ്ങൾക്കനുസരിച്ച് ജനങ്ങൾ കാട്ടിക്കൂട്ടുന്നതിനെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് സത്യത്തിൽ ലോ പീപ്പിൾ എന്ന് പറയുക. താഴ്ന്ന വർഗം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഞാനൊരു അടിമത്തത്തിൻ്റെയോ വരേണ്യത്തിൻ്റെയോ കഥയല്ല പറയുന്നത്, മനസ്സുകൊണ്ട് താഴ്ന്നവർ എന്നതാണ്. അൻ ആവറേജ് പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് ഇവൻറ്റ്സ്. ആവറേജുകാർ, അതിന് മുകളിലുള്ളത് ആവറേജുകാർ. ഈ ആവറേജുകാരെപ്പോഴും പരിപാടി എന്നേ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നാളെ കൊണ്ടുവരണം, പ്രസംഗിപ്പിക്കണം, ഇന്നാളുകൾക്ക് പരിപാടി വേണം, കുട്ടികൾക്ക് പരിപാടി വേണം, ഇവിടെ കുട്ടികൾ പഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുട്ടികളെ ശരിയാക്കാൻ ഒരാളെ കൊണ്ടുവരണം. ഇത് ആവറേജ് പീപ്പിളിൻ്റെ ഒരു പരിപാടിയാണ്. ബട്ട് ടോപ്പ് പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് വിഷൻ. എപ്പോഴും ടോപ്പിലുള്ള ആളുകൾ കാഴ്ചപ്പാടുകളെക്കുറിച്ചാണ് സംസാരിക്കുക. ഭാവിയിൽ എന്തൊക്കെയാണ് നടപ്പിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുക. നെക്സ്റ്റ് 10 ഇയേഴ്സിലേക്ക് എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടപ്പിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുക. ഇന്നത്തെ ദിവസം എന്തൊക്കെ നടപ്പിലാക്കണമെന്നതല്ല അവരുടെ ചിന്ത. ഇതുപോലും 10 വർഷം കഴിഞ്ഞാൽ ഈ നാട് എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന ചിന്തയുടെ ബാക്കിപത്രമായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉപോത്ബലകമായിരിക്കണം. അതിനെയാണ് സത്യത്തിൽ വിഷൻ, കാഴ്ചപ്പാടുള്ളത് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോടും വലിയവരോടൊക്കെ ഒരു മരത്തിൻ്റെ വേര് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ ചിലപ്പോഴൊക്കെ അത് ചെയ്യിക്കാറുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പേപ്പറിൽ അതിൻ്റെ വേരിങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. വേര് മാത്രം വരച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേര് മാത്രമേ വരക്കൂ. പക്ഷേ ഏകദേശം 80% ആളുകളുടെയും വേര് പേപ്പറിൽ നിറച്ചിട്ട് വരക്കും, അല്ലെങ്കിൽ മുകളിൽ കൊണ്ടുപോയി വരക്കും. കാഴ്ചപ്പാടുള്ള ഒരു കുട്ടി വരയ്ക്കുക അതിൻ്റെ അടിഭാഗത്ത് നിന്നാണ്. കാരണം ആ കുട്ടിക്കറിയാം അതിൻ്റെ മുകളിലേക്ക് മരമുണ്ട്, ആ മരത്തിന് മുകളിലേക്ക് മേഘമുണ്ട്, അതിലൂടെ പറന്നു പോകുന്ന പറവകളുണ്ട്, അതും കഴിഞ്ഞാൽ പിന്നെ ആകാശത്തിൻ്റെ നീലിമയുണ്ട്, അതും കഴിഞ്ഞാൽ പിന്നെ ആകാശത്തിൽ നല്ല സുന്ദരമായ നക്ഷത്രവ്യൂഹങ്ങളുണ്ട്. ഇതെല്ലാം എൻ്റെ ഈ പേപ്പറിൻ്റെ അല്ലെങ്കിൽ ഈ ക്യാൻവാസിൽ വരയ്ക്കണമെന്ന് ചിന്തിച്ച് വരയ്ക്കുമ്പോഴാണ് അവനൊരു യഥാർത്ഥ കലാകാരനാകൂ എന്നതാണ്. അപ്പോൾ എൻഡ് ഇൻ മൈൻഡ് എന്നാണ് അതിന് പറയുക. അവസാനത്തെ ആദ്യത്തിൽ കണ്ടെത്തുന്നവനാണ്. തൻ്റെ ഈ പോക്ക് പോയാൽ അവസാനം എന്തായിരിക്കുമെന്ന് ആദ്യം കണ്ടെത്തുന്നവനാണ് സത്യത്തിൽ കാഴ്ചപ്പാടുള്ളവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാഴ്ചപ്പാടുള്ള ജനതയ്ക്ക് മാത്രമേ മൊത്തത്തിലുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി അവരെ എവിടെ എത്തിക്കണമെന്ന് നിതാന്തമായ പരിശ്രമം നടത്തി അങ്ങനെ അവിടേക്ക് എത്തിച്ച് അങ്ങനെ ഒരു വലിയ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കുന്ന ഒരു രംഗം കണ്ടുകൊണ്ട് മരിക്കാനാവൂ എന്നതാണ്. അല്ലാതെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളൊരു പരിപാടി ആകരുത് ഇത്. അതല്ല ഇത്. നമ്മളിങ്ങനെ പോയാൽ എവിടെ എത്തും എന്നതിൻ്റെ ചില ആവിഷ്കാരങ്ങളും അതോടൊപ്പം ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതുമാണ് ക്യാമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചെറിയ മക്കളുണ്ട്. ആ മക്കൾക്ക് 10 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കണം, എന്താ ഈ 10 വർഷത്തിൻ്റെ കണക്ക്? ഇപ്പോൾ സ്ട്രാറ്റജി 10 വർഷത്തേക്ക് ഇട്ടാൽ മതി. കാരണം 10 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ടോട്ടലി ഒരു ചേഞ്ച് വന്നേക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യപ്പെടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 വർഷത്തേക്കെങ്കിലും നമ്മളെ മുമ്പിൽ വെച്ചുകൊണ്ട് ലോകത്തിലെ വലിയ വലിയ കമ്പനികളൊക്കെ നെക്സ്റ്റ് 100 ഇയേഴ്സിലേക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് കൃത്യമായി വരച്ച് കാണിച്ചിട്ടാണ് അതിൻ്റെ CEO പോലും അതിൽ നിന്ന് വിരമിക്കുക. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്കൊക്കെ അറിയാം, സുന്ദർ പിച്ചൈ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാരതീയനായ തമിഴ്നാട്ടുകാരനായ സുന്ദർ പിച്ചൈ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അന്ന് പറഞ്ഞു, ഇനിയൊരു കാലം വരും, ഗൂഗിൾ നോക്കിക്കൊണ്ട് ആളുകൾ ലോകത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലം. ദാറ്റ് ഈസ് സ്ട്രാറ്റജി.
ലോകത്തിൽ ആരെവിടെ സഞ്ചരിക്കുമ്പോഴും ഗൂഗിൾ നോക്കി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ ആർക്കും അത് വിശ്വാസമായില്ല. പക്ഷെ നിങ്ങളുടെ ഈ കുന്നുമ്മൽ നമ്മൾ ആരോടും ചോദിക്കാതെയാണ് എത്തിയത്. ഒരു മനുഷ്യനോടും നമ്മൾ വഴി ചോദിച്ചിട്ടില്ല, ഒരു പീഡികത്തിണ്ണയിലും നമ്മൾ നിർത്തിയിട്ടില്ല. ഇവരയച്ചു തന്നിട്ടുള്ള ഗൂഗിൾ എന്ന് പറയുന്ന അതിൻ്റെ മാപ്പ് നോക്കിയിട്ടാണ്, ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് നിങ്ങളുടെ വെന്യൂവിൽ നമ്മൾ എത്തിയത്. അപ്പോൾ 20-30 വർഷങ്ങൾക്ക് മുൻപ്, 20-30 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനൊരു മനുഷ്യൻ പറഞ്ഞത് ഇപ്പോൾ ദാ മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ എന്നല്ല, 30 വർഷം മുമ്പ് തന്നെ, അല്ലെങ്കിൽ 20 വർഷം മുമ്പ് തന്നെ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ പ്രവൃത്തികളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്നൊരു ജനതയുണ്ടാവുക. ഈ നാട് കുന്നുമ്മൽ എന്ന് പറയുന്ന പ്രദേശം, ഇവിടെ എനിക്കൊരു ചങ്ങാതിയുണ്ട്, ഒമാനിലാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നാട് ഇതാണ് എന്ന് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖാലിദ് കുന്നുമ്മൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന സഹോദരനായിരിക്കും, ഒമാനിൽ നമുക്ക് പരിചയമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഓരോ ആളുകളെയും എവിടെ എത്തിക്കണമെന്ന കൃത്യമായ കുന്നുമ്മൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചായത്തിൽ എവിടെയൊക്കെ ആളുകളെ എത്തിക്കണമെന്ന ഒരു നിതാന്തമായ ചിന്തയുടെ ബാക്കിയാകണം ഈ പ്രവർത്തനം, അല്ലെങ്കിൽ ഈ സമ്മേളനം. അല്ലാതെ കേവലം പിരിഞ്ഞു പോയി ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് പിരിയുന്ന ഒരു പരിപാടി മാത്രമായി ഇതിനെ മാറ്റരുത് എന്നാണ് ആമുഖമായിട്ട് ആ വരേണ്യവർഗം അതിന് സമ്മതിച്ചിട്ടില്ല എന്നതാണ്. പെണ്ണുങ്ങളായ ആളുകളിൽ സയൻറ്റിസ്റ്റുകൾ ഇല്ല എന്നതല്ല, പക്ഷെ സർ ഐസക് ന്യൂട്ടൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നൊക്കെ പറയുന്ന ശ്രേണിയിൽ ആ വർഗം തന്നെ പെണ്ണിനെ കയറ്റി വെച്ചിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിന്തകളിൽ പെണ്ണതായിരിക്കണം, പെണ്ണിന് അത്ര സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം, പെണ്ണ് വലിയ ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA, അതിൽ എത്രയോ പ്രസിഡന്റുമാർ കടന്നുപോയി. അവിടെ പ്രസിഡന്റിനാണ് ഏറ്റവും വലിയ സ്ഥാനം, പ്രധാനമന്ത്രിക്കല്ല. അവിടെ അങ്ങനെയാണ് അതിൻ്റെ നിയമങ്ങൾ പോകുന്നത്. പക്ഷേ ഇത്രയൊക്കെ വലിയ വലിയ ഗർജനങ്ങൾ മുഴക്കിയിട്ടും, പെണ്ണിന് ഇത്ര വലിയ സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ടും, ഇസ്ലാം അത്രമാത്രം സ്ഥാനം കൊടുക്കുന്നില്ല എന്നവർ വാതോരാതെ പറഞ്ഞിട്ടും, അമേരിക്കയിൽ ഇന്നേ വരെയുള്ള പ്രസിഡന്റുമാരിൽ ഒരൊറ്റ പെണ്ണ് പോലും ഉണ്ടായിട്ടില്ല. ഒരൊറ്റ പെണ്ണ് പോലും ഇന്നേ വരെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സ്ഥാനത്ത് അവരിരുത്തിയിട്ടില്ല. അപ്പോൾ ആരാണ് സത്യത്തിൽ പെണ്ണിന് സ്ഥാനം കൊടുക്കാതെ പോയത് എന്ന് ഇനിയെങ്കിലും യുവാക്കളും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എഴുത്തുകാരുടെ ലിസ്റ്റ് നിങ്ങളെടുത്തോ? ഈ ലോകത്തിൽ എഴുത്തുകാരുണ്ട്, പ്രത്യേകിച്ച് സാഹിത്യം കൈകാര്യം ചെയ്തിട്ടുള്ള എഴുത്തുകാർ. അതിൽ നമ്മൾ വിരലെണ്ണി പറയുന്ന ആളുകൾ ആരാണ്? ഒന്ന് വില്യം ഷേക്സ്പിയറാണ്, വില്യം വേർഡ്സ്വർത്താണ്, കീറ്റ്സാണ്, ഷെല്ലിയാണ്, ഗഥയാണ്, പിന്നെ ലിയോ ടോൾസ്റ്റോയിയാണ്. ഈ ശ്രേണിയിൽ, രണ്ടാം ശ്രേണിയിലുണ്ടാകാം, അതേ ശ്രേണിയിൽ ഒരു പെണ്ണിൻ്റെ പേരിനെ അവർ പോലും പരാമർശിക്കുന്നില്ല. ഇതിൻ്റെ അർത്ഥം പെണ്ണ് എഴുതിയിട്ടില്ല എന്നതല്ല, അവർക്ക് ആ സ്ഥാനത്തിരുത്താൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. എല്ലാവരും പറഞ്ഞ് ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വലിയ ഭരണചക്രത്തിൻ്റെ ഏറ്റവും വലിയ അധിപന്മാർ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ വലിയ തമ്പുരാക്കന്മാർ വരെ ഇന്ന് വരെ ഒരു പെണ്ണിനെയും പ്രസിഡന്റ് ആക്കിയിട്ടില്ല. ഒന്നാം ശ്രേണിയിലെ എഴുത്തുകാരെന്ന് പറയുമ്പോൾ നമ്മളാരും കോളേജിലോ സ്കൂളിലൊക്കെ പെണ്ണുങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്, അവരൊരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ശ്രേണിയിൽ അവരുടെ പേരിന് അവർ വെച്ചിട്ടില്ല. സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ പറയുമ്പോൾ ഒരുപാട് സയൻസിന് സംഭാവന കൊടുത്ത പെണ്ണുങ്ങൾ ഉണ്ടായിട്ടും ഒരിക്കലും ആ പെണ്ണുങ്ങളുടെ പേര് ഈ സയൻറ്റിസ്റ്റുകളുടെ ഒന്നാം ശ്രേണിയുടെ പേരിൽ ആരും കൊടുത്തിട്ടില്ല. ഇവിടെ ആരാണ് പെണ്ണിന് സ്ഥാനം കൊടുക്കാതെ പോയത്? ഇവിടെ ആരാണ് പെണ്ണിനെ രണ്ടാം സ്ഥാനത്തേക്ക് നീക്കിയത്? അതെല്ലാം കൂടി ഒരു മതത്തിൻ്റെ പേരിലാണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ. ഇനി കോർപ്പറേറ്റ് ഭീമന്മാർ, അവരുടെ സെക്രട്ടറിമാർ, അതേമാതിരി തന്നെ ക്രൂവിലുള്ള പെൺകുട്ടികൾ, അവർക്കൊന്നും ആ വേഷത്തിൽ നടക്കാൻ ഇഷ്ടമില്ല. നിങ്ങൾ ശരിക്കും പരിശോധിച്ച് നോക്കിക്കോ, ആ വേഷത്തിൽ നടക്കാൻ ഇഷ്ടമില്ല. പക്ഷേ ആണുങ്ങൾ അവരോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഈ വേഷത്തിൽ തന്നെ വരണമെന്ന്. കാരണം ആണിനൊരു ദർശന സുഖമുണ്ട്, പെണ്ണിനൊരു സ്പർശന സുഖമുണ്ട്. ദർശന സുഖത്തിൻ്റെ ഭാഗമായിട്ട് ആണുങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ വേഷം അണിഞ്ഞാൽ മതി എന്നാണ്. അവിടെയും നല്ല വേഷത്തിൽ നടക്കൂ എന്ന് പറയുന്ന യഥാർത്ഥ വിശ്വാസികളോടാണ് ഈ ആളുകൾക്ക് എതിർപ്പിടാനുള്ള ഏറ്റവും വലിയ ചങ്കൂറ്റമുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, പെണ്ണിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നും വിശ്വാസി പ്രമാണമുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ സദസ്സിൽ വന്നുകൊണ്ട് എല്ലാവരെയും പോലെ ഇത് കേൾക്കുന്നതും എല്ലാവരെയും പോലെ ഇതിൽ പങ്കെടുക്കുന്നതെന്ന് മാത്രമല്ല, ആ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാ വാല്യൂസും നിലനിൽക്കുന്നതോടൊപ്പം, എല്ലാ മൂല്യങ്ങളെയും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ഒരിക്കലും ചാഞ്ചാടാതെ ദ ഗ്രേറ്റ് പേഴ്സണാലിറ്റിയായി യു ആർ ദ ലീഡർ ആൻഡ് യു ആർ ദ മോഡൽ എന്ന്
ലോകം പറയുന്ന അവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടി ഉയർന്നു വരണമെന്നതാണ്. യൂത്ത് ലീഗിൻ്റെ ഒരു പരിപാടിയിൽ നിന്നുകൊണ്ട് ഇത് പറയുമ്പോൾ 2 ആഴ്ച മുമ്പാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികൾപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾപ്പെട്ട ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ, അല്ലെങ്കിൽ ദേശീയ യൂണിവേഴ്സിറ്റികൾപ്പെട്ട സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽപ്പെട്ടിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ടോപ്പ് റാങ്ക് അഥവാ PGക്ക് 1ാം റാങ്കുകാരിയായി പ്രിയപ്പെട്ട MSFകാരി വളർന്നു വന്നതും 2 ആഴ്ച മുമ്പാണ് അവൾക്ക് 1ാം റാങ്ക് കിട്ടിയത് എന്ന് യൂത്ത് ലീഗിൻ്റെ സദസ്സിൽ നിന്ന് പറയാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുകയാണ്. കാരണം CH കൊണ്ട സ്വപ്നം അഥവാ പെൺകുട്ടികൾ വളർന്നു വരട്ടെ എന്ന സ്വപ്നം, എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഉയർന്നു വരട്ടെ എന്ന സ്വപ്നം അവരായിട്ട് സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെണ്ണിന് വലിയ വിലയുണ്ട്. ആ വില ചെറുതല്ല എന്ന് മാത്രമല്ല, എല്ലാവരേക്കാളും മുകളിലാണ്. എല്ലാവരേക്കാളും ഇവിടെ സ്ത്രീകളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയല്ല. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ നിങ്ങൾ എടുക്കുക. ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിട്ടുള്ളത്? ഏത് കാലഘട്ടത്തിലാണ് പ്രവാചകൻ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരു ഗർഭിണിയായ പെണ്ണിനെ കണ്ടാൽ വഴിയോരത്ത് വെച്ചിട്ട് തർക്കം വെട്ടുന്ന ആണുങ്ങൾ. എന്നിട്ട് ആ പെണ്ണിനെ നോക്കിയിട്ട് പറയാണ്, ആ വയറ്റിലുള്ളത് ആൺകുട്ടിയാണ്. അല്ല, മറ്റവൻ പറയുന്നു അല്ല, പെൺകുട്ടിയാണ്. ഇന്നത്തെ പോലെ സ്കാനിങ് സിസ്റ്റം ഇല്ലാത്ത കാലത്ത് ആണോ പെണ്ണോ എന്ന് സംശയിക്കുന്ന സമയത്ത് പെണ്ണിൻ്റെ വയറ് കീറുന്ന ഒരു കാലത്തിലാണ് പ്രിയപ്പെട്ട പ്രവാചകൻ കടന്നു വന്നിട്ടുള്ളത്. പെണ്ണാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ട പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. എന്നിട്ട് പറഞ്ഞത് എന്താണ്? പെൺകുട്ടികളെ കുഴിച്ചു മൂടണ്ട എന്ന് മാത്രമല്ല, പെൺകുട്ടികൾക്ക് സ്വത്താവകാശം. ഞാൻ പറയുന്നത് നിങ്ങൾ വിട്ടേക്ക്. ഈ കേരളത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ IPS എടുത്തിട്ട് പിന്നെ പോലീസിൻ്റെ മേധാവിയായിട്ടുള്ള അലക്സാണ്ടർ ജേക്കബ് സാറ്, ഞങ്ങൾ ഒന്നിച്ച് 2 പരിപാടികൾ ഒന്നിച്ചുണ്ടായിട്ടുണ്ട്. അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ പ്രസംഗം ഒന്ന് കേൾക്ക്. അദ്ദേഹം പറയുന്നുണ്ട്, അക്കമിട്ടുകൊണ്ട് ചരിത്രം പറഞ്ഞുകൊണ്ട്, ദ ഫസ്റ്റ് ടൈം ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്, അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയിലെ ആദ്യത്തെ സംഭവമാണ് പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശം കൊടുക്കുക എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംഭവം ഉണ്ടായത്. ഞാൻ അതിലേക്കല്ല പോകുന്നത്, അതല്ല എൻ്റെ വിഷയം. പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശം കൊടുത്തു. അത് ലോകത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഇനി സൈക്കോളജിസ്റ്റുകളോട് ചോദിച്ചു നോക്കുക. അവരവരുടെ പിന്നാമ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ ചർച്ച പെണ്ണുങ്ങൾക്ക് ആത്മാവുണ്ടോ എന്നതായിരുന്നു. പെണ്ണുങ്ങൾക്ക് ആത്മാവുണ്ടോ എന്നതൊരു ചർച്ചയായിരുന്നു. പെണ്ണ് മനുഷ്യനാണോ എന്ന് മറ്റൊരു ചർച്ച ചില ഇസങ്ങളെങ്കിലും നടത്തിയിരുന്നു. ഇങ്ങനെ പെണ്ണിനൊരു വിലയുമില്ലാത്തിടത്ത് നിന്ന് പെണ്ണിനെല്ലാ വിലയും കൊടുത്തിട്ട് അവസാനം നീ വീട്ടിലേക്കൊരു സാധനം കൊണ്ടുപോകുമ്പോൾ, അതും നിനക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടുപോകുമ്പോൾ, നിന്റെ വീട്ടിലെ പെൺകുട്ടിയുടെ കയ്യിലേ കൊടുക്കാവൂ എന്ന് പറഞ്ഞ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. ആ സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്, ഡിഗ്നിറ്റിയുടെ പേഴ്സണാലിറ്റികളോട്. നിങ്ങൾക്കൊരു വളർച്ചയുണ്ട്, നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സദസ്സിലായതുകൊണ്ടോ യൂത്ത് ലീഗിൻ്റെ സദസ്സിലായതുകൊണ്ടോ മാത്രം പറയല്ല, നിങ്ങളുടെ ആ ഡിഗ്നിറ്റിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങളുടെ തലമുറകളുടെ ചക്രവർത്തിനിയാണ്. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി എങ്ങനെയാണ് വളർന്നു വരേണ്ടത് എന്ന് കൃത്യമായ ബോധമുണ്ടാകേണ്ടത് സ്ത്രീകൾക്കാണ്. ഒരു ടീച്ചറായാൽ, ഇവിടെ അധ്യാപകരായ ഞാൻ വന്നപ്പോഴേ എന്നോട് സംസാരിച്ചത് അധ്യാപകനായ സുഹൃത്താണ്. അദ്ദേഹം TTC-കാരനാണ്. TTC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള ഒരു കോഴ്സിൻ്റെ പേരാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. അതിനു മുമ്പ് നമ്മൾ സാധാരണ LKG UKGയിൽ പഠിപ്പിക്കുന്നതിന് PPTTC എന്നാണ് പറയുക, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്നാണെന്ന് പറയുക. അഥവാ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൈക്കോളജി വേറെയാണ്. അതുകൊണ്ട് അത് പഠിക്കൽ സ്പെഷ്യലായിട്ട് വേറെ പഠിക്കണം. മോണ്ടിസോറി സിസ്റ്റത്തിലോ ജനറൽ സിസ്റ്റത്തിലോ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോ കേരള മോഡൽ ഓഫ് എഡ്യൂക്കേഷനിലോ ഏതിലെങ്കിലും ആ സിസ്റ്റം പഠിച്ചിട്ടേ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടിയെ കൈകാര്യം ചെയ്യാവൂ എന്നതുകൊണ്ടാണ് PPTTC എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടായിട്ടുള്ളത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സൈക്കോളജി മറ്റൊന്നാണ് എന്നതുകൊണ്ടാണ് TTC എന്ന് പറയുന്നതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ 8 മുതൽ 9, 10 വരെയുള്ള കുട്ടികൾ അത് കുറച്ചും കൂടി വേറൊരു എന്താ പറയുക, ഒരു സൈക്കോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാവുന്ന ഒരു പ്രായമായതുകൊണ്ട് അവരുടെ സൈക്കോളജി വേറെ ആയതുകൊണ്ടാണ് B.Ed എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടായത്, ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ. ആ കുട്ടികളുടെ മനഃശാസ്ത്രം വേറെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ +2 കയറുമ്പോൾ PG + B.Ed വേണ്ടത്. എന്നാൽ കോളേജ് ലെക്ചർഷിപ്പിന് B.Edഉം വേണ്ട, M.Edഉം വേണ്ട, TTCയും വേണ്ട, ഒന്നും വേണ്ട. അവന് PG + NET എന്ന് പറയുന്ന സാധനം മതി, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ഇത് എഡ്യൂക്കേഷൻ്റെ സെമിനാർ അല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് പഠിച്ചാൽ മതി. കാരണം എന്താണെന്നറിയോ, ഒരു ടീച്ചർക്ക്, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ചിന്തയിൽ,
അഥവാ ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം 7ാം ക്ലാസ് വരെ പഠിപ്പിക്കുമ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ന അർത്ഥത്തിലുള്ള പീപ്പിൾ, ആ ഒരു കുട്ടികൾ എന്ന് പറയുന്ന ആളുകളെ നോക്കിയാൽ മതി. എന്നാൽ ഒരു ഉമ്മ, ഒരു മാതാവ് ഇവരുടെ എല്ലാവരുടെയും സൈക്കോളജി പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് +2 പഠിക്കുന്ന കുട്ടിയുമുണ്ട്, അതേ ആൾക്ക് തന്നെ ഏതിലും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുമുണ്ട്, അതേ ആൾക്ക് തന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുമുണ്ട്, ഒരു പക്ഷേ അതേ ആൾക്ക് തന്നെ എവിടെ LKGയിൽ പഠിക്കുന്ന കുട്ടിയുമുണ്ട്. അപ്പോൾ ഈ ടീച്ചേഴ്സ് 4-5 വകഭേദങ്ങളിലുള്ള ടീച്ചേഴ്സ് പഠിക്കുന്ന സൈക്കോളജി പഠിക്കേണ്ടവരാണ് സത്യത്തിൽ ആര്? ഓരോ ഉമ്മമാരും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പണ്ടൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടാണോ ഞങ്ങൾ മക്കളെ നോക്കിയിരുന്നത് എന്നതാണ്. അങ്ങനെ ചിലപ്പോഴെങ്കിലും പ്രായം ചെന്ന ആൾക്കാർക്കൊരു തോന്നലുണ്ടാവും, ഇതൊന്നും നോക്കിയിട്ടല്ലല്ലോ ഞങ്ങൾ മക്കളെ പഠിപ്പിച്ചിരുന്നത് എന്നതാണ്. എന്നാൽ പിന്നെ നമ്മൾ ആശുപത്രിയിൽ പോകേണ്ട കാര്യമില്ല. കാരണം ഈ ആശുപത്രികളൊന്നും നമ്മളെ കാലത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വയറുവേദന വരുമ്പോൾ, തലവേദന വരുമ്പോൾ, ക്യാൻസർ വരുമ്പോഴൊക്കെ വീട്ടിലിരുന്നാൽ മതി. മനഃശാസ്ത്രം നമ്മൾ അറിഞ്ഞേ പറ്റൂ. അത് നമ്മൾ മനഃശാസ്ത്ര വിദ്വാനൊന്നും ആകണ്ട, കേവലമായ കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. നമ്മുടെ കുട്ടികളെ ഏത് രൂപത്തിൽ വളർത്തണം, ഏത് രൂപത്തിൽ കൊണ്ടുപോകണം, ഞാൻ പറഞ്ഞത് തന്നെ പറയുന്നില്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയണം, നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, പാർപ്പിടം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക എന്നതല്ല രക്ഷാകർതൃത്വം എന്ന് പറഞ്ഞാൽ. ആ കുട്ടികൾക്ക് ഇമോഷൻ കൊടുക്കലാണ്, ആ കുട്ടികൾക്ക് ഇൻ്റലക്ച്വൽ എന്നുള്ള വകുപ്പുകൾ കൊടുക്കലാണ്, ആ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കലാണ്. അതിന് സാമ്പത്തികം എന്ന് പറയുന്ന കാര്യം ആവശ്യമില്ല. പഠിക്കാനിരിക്കുന്ന കുട്ടിയുടെ തലയിൽ പോയൊന്ന് ചുംബിക്കാൻ 1 കോടി രൂപയുടെ ആവശ്യമില്ല. ഒരു ഗ്ലാസ് വീട്ടിൽ പൊട്ടിയിട്ടേ, വീട്ടിൽ ഗ്ലാസ് എടുത്തപ്പോൾ കുട്ടിയുടെ കയ്യിൽ നിന്ന് പൊട്ടി, 6 വയസ്സുകാരനായ കുട്ടിയുടെ കയ്യിൽ നിന്ന്. അപ്പം പേടിച്ചിട്ട് ഉമ്മനെങ്ങനെ നോക്കാൻ, ആ സമയത്ത് അടിക്കാതെ ചാരത്ത് ചേർത്തിയിട്ട് സാരമില്ല എന്ന് പറയാൻ 1 ലക്ഷം രൂപയുടെ ആവശ്യമില്ല. നെഞ്ചത്താന്ന് പേടിച്ചിട്ട് നിൽക്കാവൻ. ആ സമയത്താണ് ഉമ്മയുടെ തലോടൽ. ഞാൻ പറയുന്ന 90ാമത്തെ വയസ്സിൽ നിങ്ങൾ മരിച്ചുപോയി, നിങ്ങളുടെ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോഴും ഇപ്പം ഗ്ലാസ് പൊട്ടിയിട്ട് ചിതറി നിൽക്കുമ്പോൾ, മനസ്സ് പതറി നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മ എന്ന രംഗം അപ്പോൾ അവൻ കാണും. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അശ്വിൻ കുമാറിനെ കുറിച്ച്. ഒരു തവണ കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറഞ്ഞോട്ടെ. മെഡിക്കൽ എൻട്രൻസിൽ 1ാം റാങ്ക് കിട്ടിയ അശ്വിൻ കുമാർ, മെഡിക്കൽ എൻട്രൻസിൽ 1ാം റാങ്ക്. അന്നത്തെ കേരള എൻട്രൻസാണ്. ആ സമയത്ത് നീറ്റിന് മുമ്പേ അവൻ 1ാം റാങ്ക് കിട്ടിയിട്ട് ഇങ്ങനെ നിൽക്കാൻ. കേരളത്തിലെ നമ്പർ 1 താരം. പത്രക്കാരെല്ലാവരും തൻ്റെ വീട്ടിൽ, പത്രക്കാരെന്ന് പറഞ്ഞാൽ ഓരോ മീഡിയ പേഴ്സണാലിറ്റികളും തൻ്റെ വീട്ടിൽ ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാൻ, അമ്മ ലഡു കൊടുക്കുന്നത് എടുക്കാൻ. നാളത്തെ എക്സ്ക്ലൂസീവ് ന്യൂസ് ഫ്രണ്ട് പേജിൽ ഇവന് ലഡു കൊടുക്കുന്ന ഫോട്ടോയായിരിക്കും, അല്ലെങ്കിൽ ജില്ലാ പേജിലുള്ള സ്റ്റേറ്റ് പേജിൽ തന്നെ അതായിരിക്കും. അങ്ങനെ ഇങ്ങനെ നിൽക്കാൻ. ആ സമയത്തെ പത്രക്കാരുടെ ഒരു ചോദ്യം, ഈ സമ്മാനം നീ ആർക്കാണ് കൊടുക്കുക? ഉടനെ തന്നെ അശ്വിൻ കുമാർ പറഞ്ഞത് എൻ്റെ അമ്മക്ക് എന്നാണ്. ഈസ് യുവർ മദർ എ ഡോക്ടർ? നിൻ്റെ അമ്മ ഒരു ഡോക്ടറാണോ എന്ന തിരിച്ചുള്ള ഒരു ചോദ്യം. ആ കുട്ടി പറഞ്ഞത് അല്ല, വീട്ടിൽ നിന്ന് തിരിയുന്ന ഒരു പാവം സ്ത്രീയാണ്, എഡ്യൂക്കേഷൻ ഇല്ലാത്ത പാവം, വീട്ടിൽ നിന്ന് ജോലി മാത്രം ചെയ്ത് തിരിയുന്ന പാവം ഒരു അമ്മയാണ് എൻ്റെ അമ്മ. പിന്നെയും പത്രക്കാരെ സെൻസേഷനിലാക്കാൻ വേണ്ടി ചോദിക്കാണ്, പിന്നെ എന്തേ നീ അമ്മയ്ക്ക് ഈ സമ്മാനം കൊടുക്കുന്നത്? നിന്നെ പഠിപ്പിച്ച സെൻറ്റ് ജോസഫ് സ്കൂളിലെ നിനക്ക് ആരോഗ്യ ക്ലാസ്സല്ല, ഞാൻ അതിലേക്കും പോകുന്നില്ല, ഞാനിങ്ങനെ മെല്ലെ പരാമർശിച്ചപ്പോൾ. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമല്ലോ. നമ്മൾ രുചിക്ക് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ലോകരാജ്യങ്ങളിൽ പോയാൽ ബഫേ സെറ്റ് ചെയ്യുമ്പോൾ പോലും എന്ത് ചെയ്യും, കോമ്പിനേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഉദാഹരണത്തിന് മീനും തൈരും കൂടി ഒരിക്കലും പാടില്ല. ആയുർവേദം നിഷ്കർഷിക്കുന്നു, അലോപ്പതി നിഷ്കർഷിക്കുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 വർഷം മുമ്പേ സഹീഹായ ഹദീസിലൂടെ നമ്മളെ പറഞ്ഞതാണ്, ഒരിക്കലും ഇത് രണ്ടും ഒന്നിപ്പിക്കരുത് എന്ന്. നമ്മളിത് നോക്കാറുണ്ടോ? അപ്പോൾ കുട്ടികളുടെ ഭാവിയെ എന്ന് പറയുമ്പോൾ അവരുടെ ആരോഗ്യം കൂടി. നമ്മൾ ഇന്നാൾ ക്യാൻസർ സെൻ്ററിൽ പോയി തിരുവനന്തപുരത്ത്, മുമ്പിലിരിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ നമുക്ക് കണ്ണുനീര് വന്നു പോയി. 3 വയസ്സും 4 വയസ്സും 6 വയസ്സായ എത്രയോ കുട്ടികൾക്ക് ക്യാൻസറാണ്. അവരെന്താണ് ഇതിന് നിമിത്തമായത്? അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അംശങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഡോക്ടേഴ്സ് വിധി എഴുതുന്നത്. കരൾ രോഗം വരുന്നു ചെറുപ്പക്കാർക്ക്, അറ്റാക്ക് വരുന്ന പെട്ടെന്ന്. ഇത് ആർക്കെപ്പോൾ വരുമെന്നതൊക്കെ വേറെ വിഷയമാണ്. പക്ഷേ അള്ളാഹു വിചാരിച്ചാൽ എല്ലാം വരൂല എന്നാണ് നമ്മുടെ തോന്നലെങ്കിൽ, അള്ളാഹുവിൻ്റെ വിധിയെ അള്ളാഹു 2ആക്കിയിട്ടുണ്ട്. അത് വിധിയെ പഠിക്കുമ്പോഴേ മനസ്സിലാവും. നമ്മൾ 5ാം ക്ലാസ്സിലെ പരീക്ഷയും കഴിഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് വിധിയൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. വിധി 2 എണ്ണമുണ്ട്. ഇതാ ഇപ്പം അങ്ങോട്ട് പോയിട്ടൊരു വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ മുന്നിലേക്കാണ്ട് ചാടിയിട്ട് ഇത് അള്ളാഹിൻ്റെ വിധിയാണെന്ന് പറയാൻ പറ്റൂല. ഇത് ആത്മഹത്യയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് കുറ്റവുമുണ്ട്, ശിക്ഷയുമുണ്ട്. വലിയൊരു വീടിൻ്റെ
ആ കാണുന്ന വലിയ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് താഴോട്ട് ചാടിയിട്ട് ഇത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് പറയരുത്. ഇന്തിഖാബി, ഇഖ്തിയാരി എന്നാണ് അതിന് പറയുക. ഇന്തിഖാബി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കുക. ഉറുദുവിലാണ് ഇന്തിഖാബ് എന്ന് പറയുക, അറബിയിൽ ഇഖ്തിയാർ എന്നാണ് അതിന് പറയുക. നമ്മളായിട്ട് തെരഞ്ഞെടുത്ത വിധിയാണ്. ആ വിധിയെ നമ്മൾ എന്താക്കരുത്, അത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് കുറ്റങ്ങൾ ചുമത്തണ്ട. ഒരു കഠാര കൊണ്ടുപോയിട്ട് അയൽവാസിയുടെ വയറ്റത്തെ കുത്തിയിട്ട് ഇത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് നിങ്ങൾ പറയരുത്. അതിനാണ് അള്ളാഹു നരകം സ്വർഗം വെച്ചിട്ടുള്ളത്. ഇങ്ങനെ കാണിക്കുന്നവർക്ക് അവിടെ നരകമുണ്ട്, അതിന് വിധികളുണ്ട്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ടുന്ന ചില വിധികളുണ്ട്, വരുന്ന വിധികളുണ്ട്, അതിന് മാറ്റാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെങ്കിലും ഫുഡ് കഴിച്ച് എങ്ങനെങ്കിലുമൊക്കെ നടന്നിട്ട് അവസാനം പ്രമേഹ രോഗം എന്ന് പറഞ്ഞാൽ അള്ളാഹ് എനിക്ക് അങ്ങനെ രോഗം തന്നു എന്നതല്ല, പകരം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹു തരുന്നതാണ് ആ രോഗം എന്നതാണ് അതിൻ്റെ അർത്ഥം. കുറേ മധുരം കഴിച്ചാൽ നമുക്കത് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ മക്കളുടെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. പോരാ, അവരുടെ ഇൻ്റലക്ച്വൽ പാർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ബുദ്ധിപരമായ വളർച്ചയെ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്. യൂത്ത് ലീഗ് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ രാഷ്ട്രീയം മാത്രം പറഞ്ഞിട്ട് പിരിയാനുള്ള സദസ്സല്ല ഇത്. നമുക്ക് ഉപകാരപ്രദമായ കുറേ കാര്യങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ രാഷ്ട്രീയവുമുണ്ട്. കുട്ടികളെ ബുദ്ധിപരമായിട്ട് ഞാൻ എൻ്റെ യൂത്ത് ലീഗിൻ്റെ സഹോദരന്മാരോട് പറയുന്നു, ഈ സ്ഥലത്ത് നിന്ന്, നിങ്ങളുടെ ഈ കുന്നുമ്മൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അടുത്ത 10 വർഷത്തിൻ്റെ സ്ട്രാറ്റജി നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഈ പഞ്ചായത്തിൽ നിന്ന് എത്ര സിവിൽ സർവീസുകാരുണ്ടാകുമോ അതാണ് നെക്സ്റ്റ് സ്ട്രാറ്റജി. അതിന് ഇങ്ങനാക്കണം അങ്ങനാക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 10 വർഷത്തേക്ക് അവനെ കൊണ്ടുപോകണം. ഈ സദസ്സിനോട് ഞാൻ പറഞ്ഞോട്ടെ, പ്രിയപ്പെട്ട KMCC-കാരൊക്കെ ഇവിടെയുണ്ട്, ഒരുപാട് ആളുകൾ ഇത് വിദേശത്തിരുന്നിട്ട് കാണുന്നും കേൾക്കുന്നുമുണ്ട്. അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞോട്ടെ, അവരത് ചെയ്യുമെന്ന ഉറപ്പോടെ പറഞ്ഞോട്ടെ. നമ്മൾ എന്തൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നും KMCC അത് ചെയ്തിട്ടുണ്ട്. KMCC ചെയ്തിട്ടുണ്ട്. കാരണം KMCC-യുടെ പരിപാടിക്ക് വേണ്ടി ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ, എല്ലാ രാജ്യങ്ങളിൽ എന്ന പോലെ 52 രാജ്യങ്ങളിലാണ് ഇന്ന് KMCC ഉള്ളത്. ഒരു രാജ്യത്തൊരു സ്ഥലത്ത് KMCC ഉണ്ടായിരുന്നില്ല. അവരും ക്ഷണിച്ചത് അതുണ്ടാക്കാൻ വേണ്ടി വിനീതനെ തന്നെയായിരുന്നു. ഓസ്ട്രേലിയയിൽ KMCC ഇല്ലാത്തിടത്ത് ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നത് KMCC അത്രത്തോളം വ്യാപിച്ച് കിടക്കാൻ. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും കുന്നുമ്മൽ പഞ്ചായത്ത് എന്ന് പറയുന്ന ഈ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് നല്ല രീതിയിലുള്ള സ്കില്ലുകൾ ഉണ്ടെന്ന് വെക്കുക. റെഫറൻസുകളുടെ സ്കില്ലുണ്ട്, അനലിറ്റിക് റീസണിംഗ് ഉണ്ട്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഉണ്ട്, സ്ട്രാറ്റജിക്കൽ തോട്ട്സ് ഉണ്ട്, സിവിൽ സർവീസിനൊക്കെ വേണ്ടുന്ന ഒരുപാട് കഴിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഉണ്ട് എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടാൽ ഡൽഹിയിൽ പോയിട്ട് നിങ്ങൾക്ക് മാസത്തിൽ പഠിച്ചു വരണം. അവിടെ 3 വർഷം ചിലപ്പോൾ ചെലവഴിക്കേണ്ടി വരും. നിങ്ങളുടെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ KMCC തയ്യാറാണ് എന്ന് ഈ കുന്നുമ്മലിൻ്റെ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ്. കാരണം KMCC-ക്കാരെ നമുക്ക് അത്ര വലിയ വിശ്വാസമാണ്. നിങ്ങൾ പക്ഷേ ആ കപ്പാസിറ്റി ഉണ്ടെന്ന് തെളിയിക്കണം, നമുക്ക് ആ കഴിവുണ്ടെന്ന് തെളിയിക്കണം. അതുകൊണ്ട് പൈസയിലായിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കില്ല. ഇനി പ്രിയപ്പെട്ട ഉമ്മമാരോട് KMCC-യുടെ അല്ലെങ്കിൽ യൂത്ത് ലീഗിൻ്റെ വിശാലതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ച് അടുത്ത 10 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മക്കളെ ഇത്ര ആളുകളെ UK-യിൽ പോയി പഠിപ്പിക്കണം. സാധാരണ പഠിപ്പിക്കലല്ല, ഉയർന്ന കലാലയങ്ങളിൽ പഠിപ്പിക്കണം. കുറേ കുട്ടികളെ കാനഡയിൽ വിട്ട് പഠിപ്പിക്കണം. എനിക്കറിയാം, VFS എന്ന് പറയുന്ന എറണാകുളത്തെ ഓഫീസിൽ ഡെയിലി എന്ന പോലെ 20 പേർക്കാണ് ഇൻ്റർവ്യൂ 200 പേർക്കാണ് ഇൻ്റർവ്യൂ കൊടുക്കുന്നതും 20-30 പേർക്കാണ് വിസ കൊടുക്കുന്നതും. പക്ഷെ നിങ്ങളുടെ ഈ ഭാഗത്തുനിന്ന് അധികം ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല. ഇത് കുറ്റിയാടി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഇപ്പുറമാണ്. ബ്രിട്ടൻ KMCC-യുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് സഫീറാണ്. ഈ കുറ്റിയാടിക്കാരനാണ്. അദ്ദേഹം എൻ്റെ വിദ്യാർത്ഥിയാണ്. MBA-ക്ക് എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ലണ്ടനിലെത്തുന്നത്, അവിടുത്തെ പ്രസിഡന്റ് ആകുന്നത്, അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി ആകുന്നതൊക്കെ. പ്രസിഡൻ്റാണ് ഇപ്പോൾ. ഞാൻ പറയുന്നത്, സഫീറിനെ പോലെ ഈ പ്രദേശത്ത് നിന്ന് അടുത്ത 10 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഈ രാജ്യത്തൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുന്നുവെങ്കിൽ നന്നായിട്ട് പഠിക്കണം, അവിടെ ജോലി കിട്ടണം, അങ്ങനെ ലോകത്തിലൊരു വലിയ പേഴ്സണാലിറ്റി ആയിട്ട് മാറണമെന്ന് ഈ കുന്നുമ്മൽ പഞ്ചായത്തിലെ ആളുകൾക്ക് തോന്നുമ്പോൾ ഈ KMCC-യെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞോട്ടെ, യൂത്ത് ലീഗ് അവരുടെ പിൻബലമാണ് എന്നതുകൊണ്ട് പറഞ്ഞോട്ടെ, ഉറപ്പായിട്ടും നിങ്ങൾ UK-യിൽ പഠിക്കാൻ ചെന്നാൽ നിങ്ങൾക്ക് ഹെൽപ്പിന് അവിടെ ഒരു കൈയില്ലാതെ ആകെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും അവിടെ നിങ്ങളെ സഹായിക്കാൻ ബ്രിട്ടൻ KMCC ഉണ്ട് എന്നെൻ്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ സദസ്സിലെ കുട്ടികൾ മനസ്സിലാക്കണം. നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് അലഞ്ഞു തിരിഞ്ഞ് നോക്കി നടക്കുമ്പോൾ നിങ്ങളെ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കാനും പഠിപ്പിക്കാൻ, അത് ഏത് ജാതിയാകട്ടെ, ഏത് മതക്കാരാകട്ടെ, ഏത് വിഭാഗക്കാരാകട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും വിശാലമായിട്ടേ കണ്ടിട്ടുള്ളൂ. എല്ലാ മതക്കാരെയും എല്ലാ ആശയക്കാരെയും. ആര് ചെന്നാലും അവരെ ഹെൽപ്പ് ചെയ്യാൻ മെൽബൺ KMCC ഉണ്ട്, സിഡ്നി KMCC ഉണ്ട്, പ്രിയപ്പെട്ട നമ്മുടെ മക്കളുണ്ട് അവിടെ.
അങ്ങനെ ലോകത്തിൻ്റെ ഏത് വിധാനങ്ങളിലേക്കും നിങ്ങൾക്ക് കടന്നു പോകാം. ഞാൻ വെറുതെ ഒരു വായാടിത്തരം പറയുകയല്ല, വെറുതെ എന്തെങ്കിലും ഒരു ഉട്ടോപ്യൻ സങ്കല്പം പറയുകയല്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. എന്തിനാ ഗ്ലോബൽ KMCC? ഗ്ലോബൽ KMCC ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ളത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണ്. ദുബായിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും സൗദിയിലാണെങ്കിലും ഒമാനിലാണെങ്കിലും നിറഞ്ഞു നിൽക്കുന്ന KMCCയുടെ കൂട്ടം യൂത്ത് ലീഗിൻ്റെ പ്രിയപ്പെട്ട സംഘബോധത്തിൻ്റെ കൂടെയാണ്, മുസ്ലിം ലീഗിൻ്റെ കൂടെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ആവേശം കൊള്ളിക്കാൻ വേണ്ടിയിട്ടല്ല. ഇനി ഉമ്മമാരും ഒപ്പമാരും അങ്ങനെ ചിന്തിച്ചു തുടങ്ങണം. ഒരുപാട് കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കട്ടെ. കുറേ ലക്ഷങ്ങൾ ചെലവഴിച്ച് പഠിക്കലല്ല, നല്ല നല്ല യൂണിവേഴ്സിറ്റികളിൽ സ്റ്റൈപ്പൻഡോട് കൂടിയിട്ട് അല്ലെങ്കിൽ സ്കോളർഷിപ്പോട് കൂടിയിട്ട് അവർ പഠിക്കട്ടെ. അതിനുവേണ്ടി എന്തൊക്കെ വഴികളാണെന്ന് യൂത്ത് ലീഗുകാരൻ പറഞ്ഞു കൊടുക്കണം. യൂത്ത് ലീഗ് അതിൻ്റെ റെഫറൻസിന് വേണ്ടി ആളെ നിർത്തണം. നിങ്ങൾ ചെയ്യേണ്ടത് R&D എന്ന് പറയുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിന് ഈ നാട്ടിലെ അത്യാവശ്യം വിദ്യാഭ്യാസം ഇതൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളെ അതിനുവേണ്ടി നിയോഗിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിതൊക്കെ ചെയ്തു തരാൻ പറ്റുന്ന നല്ല നല്ല ഇൻ്റലക്ച്വൽസ് ഉണ്ടെങ്കിൽ അവരെ സമീപിച്ച് കഴിഞ്ഞാൽ ഈ നാടങ്ങനെ പുരോഗതിയിലേക്ക് പോകും. അതല്ലാതെ ഒരുപാട് ആവേശം കൊള്ളിക്കുന്ന പ്രസംഗം മാത്രം കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകലല്ല. ഭാവിയിൽ നിങ്ങളുടെ ദൗത്യത്തെ നിർണയിച്ചു വെച്ച് അതിന് ഈ പെണ്ണുങ്ങളെ എങ്ങനെ തയ്യാറാകണം, ഈ ആണുങ്ങൾ എങ്ങനെ തയ്യാറാകണം, ഈ യുവാക്കൾ എങ്ങനെ തയ്യാറാകണമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പെങ്ങന്മാരോട്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊപ്പം നിങ്ങളുടെ പ്രവർത്തനം കൂടി വേണം. വറഅച്ച് ലബോറ എന്നാണ് അതിന് ലാറ്റിൻ ഭാഷയിൽ പറയുക. പ്രേ ആൻഡ് വാക്ക്, രണ്ടും കൂടി ഒന്നിച്ചുണ്ടാകണം. പ്രേ ആൻഡ് വാക്ക് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. എനിക്കൊരു കുഞ്ഞു വേണമെന്ന് ആകാശത്തിൻ്റെ തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു സുന്നത്തും കൂടി പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, നീ വിവാഹം കഴിക്കണമെന്ന്. വിവാഹം കഴിക്കാതെ അന്ത്യനാൾ വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആകാശലോകത്ത് നിന്ന് കുഞ്ഞുങ്ങളിറക്കുന്ന പരിപാടി ഇവിടെ അള്ളാഹുവിനില്ല. കാരണം വലൻ തജിദ സുന്നത്തില്ലാഹി തബ്ദീല, ഈ ലോകത്തിൻ്റെ സുന്നത്തിന് അള്ളാഹു ഈ ലോകത്ത് വെച്ച് മാറ്റുകയില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിനനുസരിച്ച് പ്രവർത്തിക്കുക കൂടി വേണം. അതിനൊരു പ്രവർത്തനം ഉണ്ടാകും. അതുകൊണ്ട് നമ്മളൊരു ചാർട്ട് നിശ്ചയിക്കണം. ഈ ക്യാമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞോട്ടെ, ഈ കുന്നുമ്മൽ പഞ്ചായത്ത് ഒരു ചാർട്ട് നിശ്ചയിക്കണം. ആ ചാർട്ടിൻ്റെ ഭാഗമായി ഇവിടെയുള്ള ഓരോ ആളുകളും ഹൈന്ദവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട, ഇവിടെ വകഭേദങ്ങൾ പറഞ്ഞുകൊണ്ട്, മതിൽക്കെട്ടുകൾ കെട്ടിക്കൊണ്ട്, വർഗീയവാദം പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ രംഗപ്രവേശനം നടത്തി. നമുക്ക് തൊട്ടപ്പുറത്തുള്ള പല സ്ഥലങ്ങളിൽ വരെ, അഥവാ നമ്മളെന്നും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന തലശ്ശേരി അങ്ങാടിയിൽ വരെ വലിയ വലിയ രീതിയിൽ ആകാശത്തിലേക്ക് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഇരുകൂട്ടരും പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ നമ്മളതിന് ഭാഗവെക്കല്ല. നമ്മൾ പാപങ്ങളല്ല, പക്ഷെ നമ്മളതിനെ സമചിത്തതയോടുകൂടി കാണുന്നു എന്നതാണ്. നമുക്ക് മുഷ്ടി ചുരുട്ടാൻ അറിയാം, നമുക്ക് മുദ്രാവാക്യങ്ങൾ അറിയാം, പക്ഷെ നമ്മൾ അത് പഠിപ്പിച്ചിട്ടില്ല. ഒന്നാമതായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിൻ്റെ അവബോധത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയപരം അന്ന് നമ്മൾ മുസ്ലിം ലീഗിനോട് പോലും സലാം പറഞ്ഞ് പിരിയുമെന്നതാണ് ഇസ്ലാമിക വ്യക്തിത്വമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പറയില്ല എന്ന ഉറപ്പോട് കൂടിയാണ് ഞാൻ പറയുന്നത്. വർഗീയവാദത്തിലേക്ക്, വർഗീയപരമായ ചിന്തയിലേക്ക്, വർഗീയപരമായ മതിൽക്കെട്ടിലേക്ക്, അങ്ങനെ ഡിമോളിഷ് ചെയ്യുന്ന സംസ്കാരത്തിലേക്ക്, തകർത്തെറിയുന്ന സംസ്കൃതിയിലേക്ക് ഒരിക്കലും മുസ്ലിം ലീഗ് നമ്മളെ കൊണ്ടുപോകില്ല, കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ എങ്ങാനും കൊണ്ടുപോയാൽ, ഞാൻ വീണ്ടും പറയുന്നു, അന്ന് പിന്നെ മുസ്ലിം ലീഗില്ല. മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജി അതല്ല. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളോട്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്വപ്നം കാണണം. നമ്മുടെ മക്കൾ പഠിച്ചുയരുന്നതിന് കേവല പഠിത്തമല്ല. എല്ലാവർക്കും ഡിഗ്രി പൂർത്തിയാക്കാൻ എല്ലാവർക്കും പറ്റും, +2 പൂർത്തിയാക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ഇവിടെ ഇനി യൂത്ത് ലീഗുകാരൻ ചെയ്യേണ്ടത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് വരുമ്പോൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് വരും. ആ എൻട്രൻസ് അത് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നവംബറിലോ ഡിസംബറിലൊക്കെ നടക്കും പല യൂണിവേഴ്സിറ്റികളുടെ. ആ സമയത്ത് നിങ്ങൾ നമ്മുടെ നാട്ടിലെ കുട്ടികളെ കൊണ്ട് ഈ എൻട്രൻസ് എഴുതിപ്പിക്കണം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ പോയിട്ട് പഠിക്കട്ടെ. GMAT എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. GMAT, ഗ്രാജുവേറ്റ് മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ പരീക്ഷ എഴുതിയാൽ വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടിയിട്ട് പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ഒരുപാട് അവസരങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, 20-30 ലക്ഷം രൂപ ചെലവാക്കി നിങ്ങൾ പോകണ്ട. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, ഹുദവി. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. അവിടെ അദ്ദേഹം സൗഹൃദപരമായ സംഭാഷണത്തിന് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹത്തിനെ പത്രത്തിൽ കണ്ടിട്ടേ എനിക്ക് ശീലമുള്ളൂ. പക്ഷേ വീട്ടിലേക്ക് കയറി വന്നപ്പോഴാണ് മോനെ ശരിക്ക് കാണുന്നത്. 1.5 കോടി രൂപയാണ്, 1.5 കോടിയോളം രൂപയാണ് ഒരു രാജ്യം അദ്ദേഹത്തിന് സ്കോളർഷിപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്താ പഠനം എന്നറിയോ? നമ്മൾ നിസ്സാരമായി തള്ളുന്ന പഠനം. എന്താ പഠനം എന്നറിയോ? അദ്ദേഹത്തിൻ്റെ 1.5 കോടിയോളം രൂപ, അല്ലെങ്കിൽ 1 കോടിയിലേറെ രൂപ അദ്ദേഹത്തിന് കിട്ടിയത് എങ്ങനെയെന്നറിയോ? നമ്മളെല്ലാവരും ദർസിൽ പഠിച്ച കിതാബില്ലേ, ഫത്തുഹുൽ മുഈൻ,
ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന കിതാബിൻ്റെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവും അന്നത്തെ കാലാന്തരങ്ങളും അന്നത്തെ കാലത്ത് സംഭവിച്ചതും അതിൽ സൈനുദ്ദീൻ മഖ്ദൂം കുടുംബങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള കയ്യൊപ്പുകളും അവരുടെ സംസ്കാരവും അതുകൊണ്ട് മതസൗഹാർദ്ദം നിലനിന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞ് മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെ എവിടെയോ കിടക്കുന്ന യൂറോപ്യൻ രാജ്യത്തിൻ്റെ തിസീസിനാണ് അദ്ദേഹത്തിന് ഈ പൈസ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫത്ഹുൽ മുഈൻ സാധാരണ ഒരു കിതാബാണ്. പക്ഷെ അതിൻ്റെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ആ കാലഘട്ടത്തിൽ, അതിൽ മാത്രമല്ല ആ കാലഘട്ടത്തെ പഠനം നടത്തിയിട്ടാണ് ഇദ്ദേഹത്തിന് ഈ സംഭവം കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു പക്ഷേ ഗൾഫിൽ പോയിട്ട് 40-50 കൊല്ലം ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇവരെ 1.5 കോടി കിട്ടാറില്ല. 40 കൊല്ലം കഴിഞ്ഞിട്ട് വെറും കൈയോടെ മടങ്ങുന്ന പ്രവാസികളും ധാരാളമാണ്. അപ്പം നമ്മുടെ ഇൻ്റലക്ച്വൽ ഗ്രോത്താണ് ഇനി നടക്കേണ്ടത്. ഇൻഡസ്ട്രിയൽ ഏജ് എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞു തുടങ്ങുന്നു. ഇൻഡസ്ട്രിയൽ ഏജ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് പെട്ടെന്ന് അങ്ങനെ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല, പക്ഷേ മനസ്സിലാക്കിയേ പറ്റൂ. നോട്ട് നിരോധനം വന്നപ്പോൾ നമ്മൾ കുറേ കാര്യം പഠിച്ചല്ലോ. അത് വന്നിട്ടില്ല, വന്നത് വലിയ പ്രശ്നമാണ്. വന്നതുകൊണ്ട് നമ്മൾ കുറേ കാര്യം പഠിച്ചു. കൊറോണ വന്നപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഡിസ്റ്റൻസ് എന്ന് പഠിച്ചു. ഐസൊലേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ എത്രയോ കാലമായിട്ട് ഐസൊലേറ്റഡ് മൈൻഡിനെ കുറിച്ച് സംസാരിക്കേണ്ട, അന്നാർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഐസൊലേഷൻ എന്താണെന്ന് എല്ലാവർക്കും തിരിയും. അത് വന്നപ്പോൾ മനസ്സിലായി. ക്വാറന്റൈൻ എന്ന വാക്ക് എല്ലാവരും പഠിച്ചു. ഒരു സംഭവം വരുമ്പോൾ എല്ലാം പഠിക്കുക. അറ്റ്മോസ്ഫിയറാണ്, അന്തരീക്ഷമാണ് നമ്മളെല്ലാം പഠിപ്പിക്കുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞേ പോകണം. നമ്മുടെ കുട്ടികളെ കൊണ്ട് GMAT പരീക്ഷകൾ എഴുതിപ്പിക്കണം. അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് എന്താണെന്ന് നിങ്ങളുടെ കയ്യിൽ നെറ്റില്ലേ, ഒന്ന് നോക്ക്. വെറുതെ ഇങ്ങനെ വാട്സപ്പ് ഇട്ട് തള്ളല്ലേ, വെറുതെ ഏതെങ്കിലും ഫേസ്ബുക്കിലുള്ള വീഡിയോസ് ഷെയർ ചെയ്യാൻ നിൽക്കല്ലേ. അതൊക്കെ നിങ്ങൾ ചെയ്തോ. ആ കൂട്ടത്തിൽ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി, ഭാഷാ നൈപുണ്യത്തിന് വേണ്ടി നിങ്ങൾ പഠനം നടത്ത്. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ചിട്ട് മാത്രം നിങ്ങൾക്ക് ഫാന്റാസ്റ്റിക് ലാംഗ്വേജ് പഠിക്കാം. കേവലം 3 മാസം നിങ്ങൾ മെനക്കെട്ടാൽ മതി. 2 വർഷത്തോളം നമ്മൾ വീട്ടിലിരുന്നില്ലേ? 2 വർഷം നമ്മൾ വീട്ടിലിരുന്നിട്ട് ഈ മൊബൈലും ഈ പറയുന്ന നെറ്റും നമ്മുടെ കയ്യിലുണ്ടായിട്ടും 24 മണിക്കൂറും നമ്മൾ എന്തായിരുന്നിട്ടും നമുക്കൊരു വർക്കുമില്ലാതെ വീട്ടിലിരുന്നിട്ടും ഒരു ഭാഷ പോലും നമ്മൾ എന്താക്കിയില്ല, പഠിച്ചില്ല. നമ്മുടെ വീട്ടിൽ ഹിന്ദിയും അറബി അറിയുന്ന പ്രവാസികളും കുടുങ്ങിയിരുന്നു 1.5 കൊല്ലത്തോളം. അവരുടെ കയ്യിൽ നിന്ന് ഹിന്ദിയോ അറബിയോ നമ്മളും പഠിച്ചില്ല. കാരണം നമ്മൾ മടിയന്മാരാണ്. ഇനി അതെന്നാ നമ്മൾ പഠിക്കുക? ഗൾഫിലൊക്കെ കയറിപ്പോയി ഗൾഫിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അറബികൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അറബിയിലൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് വായിക്കും. ആ അറബിയോട് അതിസുന്ദരമായി സംസാരിച്ച വാപ്പ എന്ന അറബി നമ്മളെ വീട്ടിലുണ്ട്. പക്ഷെ വാപ്പയിൽ നിന്ന് ഭാഷ നമ്മൾ പഠിക്കൂല. വാപ്പാക്ക് എന്താ പറയുക, കുന്തറിയാന്നുള്ള മനസ്സിലാണ് നമ്മൾ നടക്കുന്നത്. പക്ഷെ വാപ്പാക്ക് പലതും അറിയാം, വാപ്പാക്ക് ഭാഷ അറിയാം. ഇംഗ്ലീഷ് ഭാഷ ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങനെ വന്നിട്ട് ഹിന്ദി അറിയാം. നമ്മളൊക്കെ കുറേ കാലം പഠിപ്പിച്ചില്ലേ, നേ പ്രത്യയം ചേർത്ത്, കെ പ്രത്യയം ചേർത്ത്, കോ പ്രത്യയം ചേർത്ത് എന്നൊക്കെ നാരായണൻകുട്ടി സാറും ശ്യാമള ടീച്ചറും പഠിപ്പിച്ചില്ലേ. അവരെക്കാളൊക്കെ ഹിന്ദി നമ്മുടെ വാപ്പാക്കറിയാം, നമ്മൾ ജ്യേഷ്ഠനറിയാം. നമ്മൾ കുറേ കാലങ്ങൾ ദർസിൽ പോയിട്ട് നമ്മൾ ഫാലു എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ. കാന സ്വറാസ്ബഹ ഹംസ അൽഹ ലല്ല ബാത്ത മാസാല മാ ബരിഹ മാംഫക മാദാമ ലൈസ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗ്രാമർ പഠിച്ചില്ലേ. ഇന്ന അന്നക അന്ന ലാക്കിന്ന ലൈതല അല്ല എന്നൊക്കെ ഗ്രാമർ പഠിച്ചില്ലേ. അതൊക്കെ പഠിച്ചിട്ടുള്ള ഉസ്താദുമാർ പറഞ്ഞതിനേക്കാളും വലിയ ഭാഷ കിതാബിയായിട്ട് എന്നെല്ലാം പറഞ്ഞത് സംസാര ഭാഷ നമ്മുടെ വാപ്പാക്കറിയാം, നമ്മുടെ ജ്യേഷ്ഠനറിയാം. നിങ്ങൾ ഗൾഫുകാർ അങ്ങനെ മോശമാക്കൊന്നും വേണ്ട. മൾട്ടി ലിംഗ്വിസ്റ്റിക് എബിലിറ്റിയാണ്, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവാണ്. ആ സാധുക്കളത് പറയില്ല എന്ന് മാത്രം. എന്നാൽ ഇത് അറിയണവരുടെ ധാരണ എന്താ? ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ്. ഇത്രയും ഭാഷ നിങ്ങളുടെ കയ്യിലില്ലേ, എന്തുകൊണ്ട് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൂടാ? അറബിയില്ലേ, ഉറുദുവില്ലേ, ഹിന്ദിയില്ലേ? ഉറുദു ഹിന്ദി ഒന്നൊന്നുമല്ല, അത് രണ്ടും 2 ഭാഷ തന്നെയാണ്. അത് പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഹിന്ദിയിലുള്ള പല പദങ്ങൾ ഉറുദുവിലില്ല, ഉറുദുവിലുള്ള പലതും ഹിന്ദിയിലില്ല, അക്ഷരങ്ങൾ പോലും ഇല്ല. തമിഴ് വാപ്പ കാണാൻ ചിലപ്പോൾ തമിഴന്മാരോട് ഭയങ്കര തമിഴ് പറയണം. എന്തുകൊണ്ട് നമ്മൾ പഠിച്ചെടുത്തില്ല? വാപ്പാനോട് ആ ബന്ധമില്ല. നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഏതോ ഒരു റൂമിൽ വാട്സപ്പിൽ മക്കൾക്ക് സംസ്കാരം പോയി. ഇവിടുത്തെ കുട്ടികളല്ല ഞാൻ പറയുന്നത് കേട്ടോ, ആരെങ്കിലും ഇവിടുത്തെ കുട്ടികളാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നാൽ പോലും സ്വീകരിക്കാൻ ആളില്ല. സെലിബ്രിറ്റീസ് കയറി വരുമ്പോൾ അവർ ഇറങ്ങി വരും, കൂടെ ഫോട്ടോ എടുക്കാൻ, ഫേസ്ബുക്കിലിടാൻ. സെലിബ്രിറ്റീസിനെയല്ല നമുക്ക് ആവശ്യം. സെലിബ്രിറ്റീസ് അവരുടെ രീതിയിൽ പോകട്ടെ, നമുക്ക് മാനിക്കാം, സ്നേഹിക്കാം. പക്ഷേ ഒരു പാവപ്പെട്ട മനുഷ്യൻ നമ്മുടെ വീട്ടിലേക്ക് കല്യാണം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ അയൽവാസിയോ നമ്മളെ മഹല്ലത്തേരനോ പാവം മനുഷ്യൻ വന്നിട്ട് കോളിംഗ് ബെല്ല് നെക്കി. ആ സമയത്ത് നിങ്ങൾ ജനൽപ്പാളിലൂടെ നോക്കി ഏതോ നാട്ടിലൊരു നാടൻ കാക്കയാണ്, ഉമ്മാനോട് പോയിട്ട് പറയാണ് ആരോ അതാ വന്നിക്കണമെന്ന്. എന്ത് സംസ്കാരമാണ് നമുക്കുള്ളത്? ഒന്ന് വാതിൽ തുറക്ക്, എന്നിട്ട് ആ പാപത്തിനോട് പറയാ ഇക്ക കയറിയിരുന്നോളിൻ, ഞാൻ ഉമ്മയെ വിളിക്കാം. ആദ്യം എത്തി നോക്കിയ കുട്ടിയേക്കാൾ 1000 മടങ്ങ് സംസ്കാരമാണ്
ഈ കുട്ടിക്കുള്ളത്. എന്താ അതിന് ഇത്ര ചിലവ്? ഈ പാവം മനുഷ്യന് എത്ര ഒരു ആശ്വാസം ഉണ്ടാവും? മുറ്റത്ത് വെയിൽ കൊണ്ടിട്ട് കോളിംഗ് ബെല്ല് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ കുട്ടി വന്നിട്ട് പറയാണ്, നിങ്ങളോട് കയറിയിരിക്കാൻ പറഞ്ഞിട്ടോ എന്ന് പറയരുത്. അത് ഉമ്മാൻ്റെ ഡയലോഗാണ്. ചില കുട്ടികളൊക്കെ അതാ പറയാ, നിങ്ങളോട് കയറിയിരിക്കാൻ അമ്മ പറഞ്ഞു എന്ന് പറയും. അത് ഉമ്മാൻ്റെ പറച്ചിലാണ്. നിങ്ങൾ പറ, നിങ്ങൾ കയറിയിരിക്കും, ഞാൻ ഉമ്മയെ വിളിക്കാം. സ്വന്തം ഡയലോഗ് വരട്ടെ. കട്ടെടുത്ത ഡയലോഗ് നമുക്ക് വേണ്ട. നമ്മുടെ സ്വന്തം ഇൻസ്പിറേഷണൽ ഡയലോഗ്, ഈ പാവത്തിനെ കയറ്റിയിരുത്തുന്ന ഡയലോഗ്, പാവപ്പെട്ട മനുഷ്യരെ സ്നേഹിക്കുന്ന, അതാണ് കുട്ടികൾ ചെയ്യേണ്ടത്. ആ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ കുട്ടികളെ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, ഇവിടെ നമ്മൾ കൂട്ടിയത്, ഇവിടെ യൂത്ത് ലീഗിൻ്റെ സദസ്സിൽ നമ്മൾ കൂടിയത് രാഷ്ട്രീയം പറഞ്ഞ് മാത്രം പിരിയാനല്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോടൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിൽ എത്ര പേരത് ചെയ്യുന്നവരുണ്ട്? നല്ല രീതിയിൽ ആളുകളോട് പേര് ചോദിക്കുന്ന അങ്ങോട്ട് ആൾക്കാരോട് നമ്മൾ പറയാ. പിന്നെ ഈ മുതിർന്നവർക്ക് അങ്ങനെയും തോന്നരുത് കേട്ടോ, കുട്ടികൾ ഇങ്ങോട്ട് സലാം ചെല്ലാനായിട്ട് കാത്തിക്കരുത്, നമ്മൾ അങ്ങോട്ട് സലാം ചെല്ലണം. അതിൻ്റെ നിയമം അങ്ങനെയാണ്, കുട്ടികൾ വലിയവർക്ക് സലാം ചെല്ലണം എന്നാണ്. അതൊരു മര്യാദക്ക് റസൂലുള്ളാഹി പറഞ്ഞതാണ്. പക്ഷേ റസൂലുള്ളാഹി ചെയ്തിരുന്നത് നേരെ ഓപ്പോസിറ്റും കൂടി ഉണ്ടായിരുന്നു. ഓപ്പോസിറ്റ് ചെയ്തു എന്നെല്ലാം പറഞ്ഞത്. റസൂലുള്ളാഹി എല്ലാ കുട്ടികളോടും അങ്ങോട്ട് സലാം ചെല്ലുമായിരുന്നു. അവിടെ നമ്മളിങ്ങനെ ഈഗോട്ടിക്കായിട്ട് നടക്കണ്ട. മദ്രസയിലെ കുട്ടികൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങോട്ട് ചെല്ലട്ടെ എന്ന്. നമ്മളെ നാട്ടിൽ ചിലപ്പം മുടിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടി, പാവം പാൻറ്റൊക്കെ ചിലപ്പോൾ ചവിട്ടിപ്പിടിച്ച് ആകെ ജീൻസിലൊക്കെ ചളിയാക്കി, എന്നാലും ളുഹർ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. എനിക്കറിയാം ഒരു കുട്ടിയെ, ഒരു പ്രദേശം, എൻ്റെ നാടിൻ്റെ അപ്പുറത്തുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി കയറിയപ്പോൾ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി കയറിയ സമയത്ത് മുടിയൊക്കെ ഇത്രങ്ങോണ്ട്, സുജൂദൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും മുടിയൊക്കെ ആകെ ഇതാവും. നിയമം നമ്മൾ നോക്കരുത്. അതിൻ്റെ നിയമം എന്താണെന്ന് പറഞ്ഞാൽ നല്ല അറിവുള്ള ആളുകളുടെ കൂടെയൊക്കെ നിൽക്കാൻ തന്നെയാണ്. പക്ഷേ ഞാൻ ആ കുട്ടിയുടെ പിന്നിൽ തോണ്ടിയപ്പോൾ അവന് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും പിടുത്തം കിട്ടണില്ല. ഇത് ഇമാമത്തിക്കല്ലേ, അങ്ങനെയൊക്കെ പൂർത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഇത് തുടരുകയാണ്. അവൻ 2 റക്അത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. എൻ്റെത് തുടരുകയാണ്. എൻ്റെ നിസ്കാരം പൂർത്തിയായി. അപ്പോൾ അവൻ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് എൻ്റെ കൈ ഒടിച്ചിട്ട് എന്നോട് ഉസ്താദേന്നാണ് വിളിച്ചത്, നമ്മൾ ഉസ്താദ് അല്ലെങ്കിൽ പോലും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദല്ല എന്ന് പറഞ്ഞാൽ ഉസ്താദല്ല എന്നല്ല എൻ്റെ അർത്ഥം, അങ്ങനെ വിളിക്കണ്ട എന്നുള്ളതാണ് കേട്ടോ സമദാനി സാഹിബ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇങ്ങനെ കൈ പിടിച്ചിട്ട് ആ കുട്ടി എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്നെ തുടർന്ന് നിസ്കരിച്ചോ എന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു, എന്താ നിസ്കരിച്ചാൽ? നമ്മൾ അങ്ങനത്തെ വാശിക്കോ നിൽക്കരുത്. ഇപ്പം ആ കുട്ടിയുടെ അവസ്ഥ നല്ല, അതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, നല്ല പക്വതയുള്ള നല്ലത്. അവൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളാ തോണ്ടിയിട്ട് ആ നിസ്കരിച്ചുണ്ടല്ലോ അതെനിക്ക് വല്ലാത്തിന്. കാരണം അവൻ ആരും മൈൻഡ് ചെയ്യാറില്ല. അപ്പം ചെപ്രാച്ച് മുടിയും കൊണ്ട് നടക്കുന്നവനെ തള്ളി മാറ്റല്ലേ, അവനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ട്. പാതിരാവിൽ ഏതെങ്കിലുമൊക്കെ ടറഫിൽ പോയി കളിച്ച് വിയർത്ത് കുളിച്ച് വരുന്നവനെ ഒറ്റപ്പെടുത്തല്ലേ, അവനും നമ്മുടെ കൂടെ കൂട്ടു. ഞാൻ എപ്പോഴോ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ചെറുപ്പക്കാരെ കുറിച്ച്. ഒരു ആക്സിഡൻറ്റ് പറ്റിയ സംഭവം ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹംസ എന്ന് പറയുന്ന സുഹൃത്തിന് ഞങ്ങൾക്കൊന്നിച്ച് ആക്സിഡൻറ്റ് പറ്റിയതാണ്. മുന്നിലാണ് വന്നിടിച്ചത്, അവിടെയാണ് ഞാനിരിക്കുന്നത്. പക്ഷേ ബാക്കിലുള്ളവനാണ് മരിച്ചത്. എനിക്ക് 17 വയസ്സ് പ്രായം. ആ സമയത്ത് എറണാകുളത്തെ ഹോസ്പിറ്റലിൽ അങ്ങനെ ബ്ലഡുകൾ കൊണ്ടുവരുന്നു. 5 വാരിയല്ലുകൾ പൊട്ടിയിട്ട് ബ്ലഡ് ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. വാരിയല്ലുകൾ പൊട്ടിയിട്ട് ലിവറിലേക്ക് കുത്തിയിട്ട് ബ്ലഡ് ചീറ്റാണ് ഹംസയുടെ. എന്നോട് ഡോക്ടർ പറഞ്ഞു, ആംബുലൻസ് വിളിച്ചിട്ട് പോകണം ബ്ലഡ് വാങ്ങിക്കാൻ. ജോസ് ചാക്കോ പെരിയാപുരം. ആ മനുഷ്യനോട് എന്നും നമുക്ക് കടപ്പാടാണ്. ആ കടപ്പാട് എന്താണെന്നറിയോ? ആധുനിക കാലഘട്ടത്തിലെ ഡോക്ടേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞോട്ടെ. ഡോക്ടേഴ്സൊക്കെ ഇന്നിങ്ങനെ തട്ടിപ്പറിച്ചിട്ട് സാമ്പത്തികം മുഴുവൻ ഇങ്ങനെ, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പക്ഷം ആളുകൾ എന്തായാലും വേണ്ടിയില്ല, മരിച്ചാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ കിട്ടണമെന്ന തോന്നലിൽ നടക്കുന്ന ഡോക്ടേഴ്സിനോട് ജോസ് ചാക്കോ പെരിയാപുരം എന്ന് പറയുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ടോപ്പ് ഡോക്ടേഴ്സിൽപ്പെട്ട ഒരു മനുഷ്യനെ നിങ്ങൾ നോക്കുക. 1 മണിക്കൂർ കൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്, മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 1 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയം കൊണ്ടുവന്ന് എറണാകുളത്തെ മനുഷ്യൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഡോക്ടേഴ്സ് മുഴുവൻ ഇറ്റ് ഈസ് ഇംപോസിബിൾ എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ എന്ന അർത്ഥത്തിൽ, ഇത് സാധ്യമാണ് എന്ന അർത്ഥത്തിൽ ചെയ്തിട്ടുള്ള മഹാമനുഷ്യൻ്റെ പേരാണ് ജോസ് ചാക്കോ പെരിയാപുരം. അദ്ദേഹം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഹൃദയം അതങ്ങട്ടിങ്ങട്ടൊക്കെ ആക്കി അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ഫെയിലിയറായി. അവസാനം ഹോസ്പിറ്റലിൻ്റെ ബില്ല് വന്നപ്പോൾ
2.25 ലക്ഷം 3.25 ലക്ഷം എനിക്ക് ഓർമ്മയില്ല. ആ കാലത്ത് എനിക്കന്ന് 17 വയസ്സാണ്. 2.25 ലക്ഷം എന്നാണ് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ കുറച്ച് പറയാം. 2.25 ലക്ഷം എന്ന് പറയുന്നതിൻ്റെ ബില്ലിങ്ങനെ നോക്കിയിട്ട് ഓപ്പറേഷൻ ഫെയിലിയർ ആയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നനയുണ്ട്. കാരണം ഓപ്പറേഷൻ അങ്ങനെ ഫെയിലിയർ ആകാല്ലേ, പക്ഷേ ഇതാകെ തൂറ്റിയിരിക്കാൻ ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്. അതങ്ങനെ ആയപ്പോൾ ഇങ്ങനെ ഡോക്ടേഴ്സ് ഫീ, മറ്റത് ഫീ, ഈ ഫീ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിടണം. ആ സാധനത്തിൽ അദ്ദേഹത്തിൻ്റെ ഫീ ആണ് 1.25 ലക്ഷം രൂപ. ആ 1.25 ലക്ഷം എന്ന് പറയുന്ന സാധനം ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ഇങ്ങനെ വെട്ടിയിട്ട് ബാക്കിയുള്ളത് അടച്ചോളൂ എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അഥവാ എൻ്റെ ഓപ്പറേഷൻ ഫെയിലിയർ ആയതുകൊണ്ട് എനിക്ക് ഒരു നയാ പൈസ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഫെയിലിയർ ആയതുകൊണ്ട് എനിക്കത് ആവശ്യമില്ല എന്നാണ്. അന്ന് രാത്രിയിലാണ്. രാത്രി 12 മണിക്ക് അദ്ദേഹം മരിക്കും. 12 മണിക്കുള്ളിൽ. അതുകൊണ്ട് മോനകത്തേക്ക് കയറിക്കോ, മതപരമായി ചൊല്ലിക്കൊടുക്കാനുള്ളതൊക്കെ ചൊല്ലിക്കൊടുത്തോ. ഇനി ഏതെങ്കിലും ഉസ്താദുമാരെ വിളിക്കണോ? എറണാകുളത്ത് എനിക്ക് പരിചയമുള്ള ഒരുപാട് ഉസ്താദുമാരുണ്ട്. അന്ന് ഞാൻ സമദാനി സാഹിബിൻ്റെ വിദ്യാർത്ഥിയാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, സാരല്ല, ഞാൻ തന്നെ ചെയ്തു കൊടുത്തോളാം. നഴ്സുമാരെ മുഴുവൻ മാറ്റിയിട്ട് ഇതാ നിങ്ങൾ ചെല്ലാളൊക്കെ ചൊല്ലിക്കൊടുത്തോളിനെന്ന് പറഞ്ഞത് മുസ്ലിമായ ഒരു കുട്ടിയോട്, മുസ്ലിമായ ഒരു മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നും നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് പ്രിയപ്പെട്ട എൻ്റെ ഡോക്ടർ, പ്രിയപ്പെട്ട ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ജോസ് ചാക്കോ, നിങ്ങൾ ഇന്നും എറണാകുളത്തെ ഹോസ്പിറ്റലിൽ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ പറഞ്ഞപ്പോൾ അങ്ങനെ നിങ്ങൾ നഴ്സുമാരെ മാറ്റിക്കൊണ്ട് ദാ നിങ്ങൾ ചൊല്ലിക്കൊടുത്തോളൂ എന്ന് പറഞ്ഞ് മുസ്ലിമായ ഒരാൾക്ക് മരിക്കാൻ ക്രിസ്ത്യാനിയായൊരു വലിയ ഡോക്ടറാ പറഞ്ഞത് അവസാനത്തെ കർമ്മങ്ങൾ ചെയ്തു കൊടുത്തോളൂ എന്ന്. അതും ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ ഉള്ളിൽ മരിക്കുമെന്ന് ഉറപ്പുണ്ടായത് കൊണ്ട് നമ്മൾ പ്രവേശിപ്പിക്കുകയാണ്. ഡോക്ടേഴ്സ് പഠിക്കേണ്ടത് അതാണ്. ഞാൻ പറയുന്നത് ഈ മര്യാദകൾ, ഞാൻ അതിലേക്ക് അറിയാതെ പോയി എന്ന് മാത്രം. ഞാൻ പറയുന്നത് ഇവന് പിറ്റേന്ന് രാവിലെ വേണ്ടത് 18 ബോട്ടിൽ ബ്ലഡാണ്. രക്തം ചീട്ടിയിട്ട് അങ്ങനെ ബ്ലാഡറിലൂടെ കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ 18 ബോട്ടിൽ ബ്ലഡ് ഞരമ്പിലൂടെ അല്ല കയറ്റുന്നത്. നമ്മൾ ഈ മൃഗങ്ങളൊക്കെ അറുത്തിട്ട് ചീറ്റുന്നത് പോലെ ഇങ്ങനെ അവൻ്റെ ലിവറിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ചീറ്റിക്കൊണ്ടേയിരിക്കാൻ. അത് പിടിച്ചു നിർത്താൻ വെമ്പൽ കൊള്ളുന്ന ഈ ഡോക്ടർ 18 ബോട്ടിലാണ് എന്നെ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് വരുത്തിച്ചത്. ഹോസ്പിറ്റലിൽ നിൽക്ക് ഇങ്ങനെ പോയാണ് ഞാൻ ഈ ആംബുലൻസും കൊണ്ട്. അവസാന ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഇനി തരാൻ കഴിയില്ല. അന്ന് ചെറിയ പയ്യനാണെങ്കിൽ പോലും അറിയാതെ പറഞ്ഞു പോയി, ഞങ്ങൾ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. രാവിലെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ബോട്ടിൽ വേണം, ആളുകൾ ഇവിടെ എത്തിയിരിക്കുമെന്ന് അന്ന് അറിയാതെ പറഞ്ഞു പോയതാണ്. നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകർക്ക് വിളിച്ചു. പ്രിയപ്പെട്ട സമദക്ക് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്നു. പ്രിയപ്പെട്ട വാബാജിക്ക് അദ്ദേഹം മുസ്ലിം ലീഗുകാരനായിരുന്നു. അങ്ങനെ ഞാൻ ലീഗിനെ എല്ലാ പാർട്ടിക്കാരും ഓടി വന്നു. രാവിലെ നോക്കുമ്പോൾ 18 28 38 ബോട്ടിൽ ബ്ലഡ് വേണോ, അത്രയും ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് മേൽപ്പത്തൂരിൻ്റെ പ്രദേശത്തെ, കോന്നല്ലൂരിൻ്റെ, കുറുമ്പത്തൂരിൻ്റെ, മേൽപ്പത്തൂരിൻ്റെ പ്രദേശത്ത് നിന്ന് ഈ 28 30 ആളുകൾ ബോട്ടിൽ ഞങ്ങൾ രക്തം തരാമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ 40 വയസ്സിൻ്റെ അപ്പുറത്തേക്കുള്ള ആരെയും കാര്യമായിട്ട് കണ്ടില്ല. നമ്മൾ തള്ളുന്ന, മുടിവെട്ടിയിട്ട് തള്ളുന്ന, ബാൻഡ് ജീൻസും ഇട്ട് തള്ളുന്ന 18 ഏകദേശം 25 വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഹംസയ്ക്ക് വേണ്ടി ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഓടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രായക്കാരെ നമ്മൾ അകറ്റരുത്, ഈ പ്രായക്കാരെ നമ്മൾ ഒറ്റപ്പെടുത്തരുത്. ഇവരെ ഒരു പക്ഷേ റോട്ടിൽ കിടന്ന് പിടക്കുമ്പോൾ ഓടി വരാൻ ഈ പാവം കുട്ടികളെ ഉണ്ടാകൂ. ഈ പാവം മക്കൾ മറ്റുള്ളവർ വരില്ല എന്നല്ല, അവരൊക്കെ അവിടെ ജോലി തിരക്കിലായിരിക്കും. അധ്യാപകർ സോഷ്യൽ റിഫോമേഴ്സ് ആണെങ്കിലും ആ അധ്യാപകർ അവിടെ ക്ലാസ് റൂമിലായിരിക്കും. ഡോക്ടേഴ്സ് ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും. രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ പ്രവർത്തനത്തിലായിരിക്കും. സാമൂഹ്യ പ്രവർത്തകർ അതിലൊക്കെ ആയിരിക്കും. പക്ഷെ ഓടി വരാൻ ഉണ്ട് എപ്പോഴും സമയബന്ധിതമായി ഈ മക്കൾ. അതുകൊണ്ട് ഈ യുവാക്കളെ പ്രത്യേകം പരിഗണിക്കണം നമ്മൾ. അവരെവിടെയും ആകാതെ പോകരുത്. ഭാവിയിൽ അവർ ഉയർന്നു പോകണം. അവർക്ക് പഠിക്കാൻ കഴിയാത്തവരെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റണം. പോരാ, വിദേശ രാജ്യങ്ങൾ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗുകാരോട്, നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് അജണ്ടകൾ വേണ്ടത് എന്ന് പറയാൻ. നിങ്ങളുടെ ഈ പഞ്ചായത്തിൽ ഗൾഫിലേക്ക് പോകാൻ വെമ്പുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങുന്ന, ഇവിടേക്ക് ഒരു ഗൾഫ് നാടും കൂടിയാണല്ലോ, ഒടുങ്ങുന്ന ആളുകൾക്ക് അറ്റ്ലീസ്റ്റ് 1 മാസത്തെ ഭാഷാ കോഴ്സെങ്കിലും നിങ്ങൾ നടപ്പിലാക്കണമെന്നാണ്. എന്ന് വെച്ചാൽ 25,000 രൂപ നമുക്ക് ആകെ ചിലവാകുള്ളൂ. ഒരു നല്ലൊരു ട്രെയിനറെ കൊണ്ടുവന്നാൽ 25,000 രൂപ ചിലപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ നല്ലൊരു ഹാളൊക്കെ മദ്രസ ഹാളായാലും മതി. കാരണം അത് വെറുതെ കിടക്കാണല്ലോ, അവർ സമ്മതിക്കുകയും ചെയ്യും. നമ്മളെ മഹലിൻ്റെതല്ല, മഹലിലൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. ആ മദ്രസ ഹാളിൽ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഹാളിൽ എവിടെയെങ്കിലും നിങ്ങൾ കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് 1 മാസത്തെ കണ്ടിന്യൂസ് കോഴ്സ് കൊടുക്കണം. ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാൻ. ആകെ നിങ്ങൾക്ക് ചെലവ് ബൈത്തുർ റഹ്മ കയറ്റുന്നത് പോലെ 7 ലക്ഷവും 10 ലക്ഷം ചെലവാക്കണ്ട. 25,000 രൂപ കൊടുത്താൽ നമ്മുടെ നാട്ടിലെ 50ഓളം കുട്ടികൾ
കുട്ടികളെങ്കിലും ചിലപ്പോൾ ഭാഷ പഠിക്കും. പക്ഷെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നവരും ഈ ഗ്രാമറിൽ കിടന്ന് കളിപ്പിക്കുന്നവർ അടുപ്പിക്കരുത്. ഗ്രാമർ വേണം, നിർബന്ധമാണ് ഭാഷയ്ക്ക്. പക്ഷേ സ്പോക്കണായിട്ട് പഠിപ്പിക്കാവൂ. ഇവർക്ക് എല്ലാ ഗ്രാമറിൻ്റെ നിയമം കൂടി പഠിച്ചു വരുമ്പോഴത്തേനോലെ ഗൾഫിലുള്ള വിസയൊക്കെ തീർന്നു പോകും. അതുകൊണ്ട് സാധാരണ രീതിയിലുള്ള സംസാരിപ്പിക്കാനെങ്കിലും നമ്മൾ എന്താക്കണം, അവരെ തയ്യാറാക്കണം. യുവാക്കൾക്ക് വേണ്ടി അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അവർ ഭാവിയിലെത്തട്ടെ. അബുദാബി KMCCയെ ഞാൻ പ്രശംസിക്കുകയാണ്. അവിടെ അവർക്ക് നല്ലൊരു വിങ് ഉണ്ട്. ഡോക്ടർ അബ്ദുറഹ്മാൻ കുട്ടി എന്ന് പറയുന്ന നല്ലൊരു ജിയോളജിയിൽ PhD എടുത്തിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പൊന്നാനിക്കാരൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുറേ ചെറുപ്പക്കാർ അവരിങ്ങനെ നല്ല രസകരമായി 7 ഹാബിറ്റ്സ് ഒക്കെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അതിൽപ്പെട്ട കുട്ടികൾ ഇപ്പോൾ എത്രയോ ഉയരങ്ങളിലെത്തി. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന KMCCക്കാരോട് ഒരു വാക്ക്, ഇത് ഗൾഫിലും നടപ്പിലാക്കാവുന്നതാണ്. അത് അബുദാബി KMCCയുടെ ആളുകൾ നടപ്പിലാക്കി കണ്ടതാണ് നമ്മൾ. അതുകൊണ്ട് ഓരോരുത്തരുടെയും ഉയർച്ചകളാണ് നോക്കണ്ടേ. നിങ്ങളുടെ സാമ്പത്തികപരമായ ഭദ്രത, വിദ്യാഭ്യാസപരമായ ഭദ്രത, സാംസ്കാരികപരമായ ഭദ്രത, സാമൂഹികപരമായ ഭദ്രത, മതപരമായ ഭദ്രത, എല്ലാ ഭദ്രതയും നോക്കിക്കൊണ്ടേ മുന്നോട്ട് പോകാവൂ നമ്മൾ. ഇവിടെ അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട കാരണവന്മാരുണ്ടാകണം. ഇവിടെ മഹല്ലുകാരും എല്ലാവരും ആണ്. പ്രിയപ്പെട്ട നമ്മുടെ ആളുകൾ ഉണ്ടാകണം. സമയം കുറച്ച് വൈകിയിട്ടുണ്ട്, അതുകൊണ്ട് സ്പീഡിൽ തീർക്കാം. ഈ മഹല്ലുകാരായ ആളുകൾ ഇതിന് കാഴ്ചപ്പാടുണ്ടാകണം. അതിന് നമുക്ക് തമ്മിലൊരു ഐക്യമുണ്ടാകണം. ഐക്യമില്ലാത്തടത്ത് എല്ലാപ്പോഴും, ഇവിടെ ഐക്യമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം, പലയിടത്ത് പോകുമ്പോഴും നമ്മളത് കണ്ടിട്ടില്ല. കുറേ അങ്ങോട്ട് എത്തിയിട്ട് മുസ്ലിം ലീഗും അല്ലെങ്കിൽ സമസ്തയും അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ സ്നേഹിക്കുന്ന എല്ലാ സംഘടനകളിലും കൂടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നേതാക്കന്മാർ രണ്ടായിക്കൊണ്ടിരിക്കാൻ പറയുന്നതിൽ നമുക്ക് വിമിഷ്ടമുണ്ട്. ഈഗോ ക്ലാഷാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം തകർന്നടിയുന്നത് എവിടെയാണ്? നിങ്ങൾ സ്പെയിനെ കുറിച്ച് പഠിക്കുക. സ്പെയിൻ എന്ന് പറയുന്ന മഹാരാജ്യം തകർന്നത് ഈ ഭിന്നത കൊണ്ടാണ്. സ്പെയിൻ ഒരിക്കലും മറ്റുള്ളത് കൊണ്ട് തകർന്നിട്ടില്ല. അവിടെയുള്ള കമ്മ്യൂണിറ്റികൾ പരസ്പരം കലഹിച്ചപ്പോൾ അപ്പോഴാണ് സദ്ദാം തിക്രീത്ത് എന്ന് പറയുന്ന മനുഷ്യനെ പെരുന്നാളിൻ്റെ ദിവസമാണ് തൂക്കിലേറ്റിയത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ബക്രീദിൻ്റെ ദിവസത്തിൽ, ഈദിൻ്റെ ദിവസത്തിൽ ആരാ തൂക്കിലേറ്റിയത്? അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വന്നിട്ട് ഇറാഖ് എന്ന് പറയുന്ന പ്രദേശത്തെ മുസ്ലിമീങ്ങളെ രണ്ടാക്കി മാറ്റിയിട്ട് ഒരു ആളുകളെ കൊണ്ടാണ് മറ്റൊരാളെ തൂക്കിലേറ്റുന്നത്. ഷിയാക്കളാണ് സുന്നിയായിട്ടുള്ള ആരെ പിന്നെ തൂക്കിലേറ്റുന്നത്? സദ്ദാമിന്. ഇത് എല്ലാ കാലത്തെയും വലിയ വലിയ ആൾക്കാർ എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ ചെയ്യുന്നൊരു പണിയാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോഴും ചെയ്തത് ഇതൊക്കെ തന്നെയാണ്. ബ്രിട്ടീഷുകാർ പണ്ട് മുസ്ലിമീങ്ങളെ കുറച്ചാൾക്കാരെ വശത്താക്കി. ഞാൻ ആ ഹിസ്റ്ററിയിലേക്ക് പോകുന്നില്ല. ഉത്തരേന്ത്യയിൽ നിങ്ങളിപ്പോൾ പോയാൽ എന്താ കഥ? മുസ്ലിം ലീഗിൻ്റെ സദസ്സിൽ നിന്നുകൊണ്ട് പറഞ്ഞോട്ടെ, നമ്മുടെ പ്രധാനമന്ത്രി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ എന്താക്കാറുണ്ട്? ഒരു പറ്റം മുസ്ലിമീങ്ങൾ, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ബറേലവികൾ എന്ന് പറയുന്ന മുസ്ലിമീങ്ങളാണ് കൂടുതലും. അവർ ശിരോവസ്ത്രം അണിയിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അവർ ഗഡ്ഗം കൊടുക്കുന്നുണ്ട്, വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രിക്കറിയാം ഒരു പറ്റം മുസ്ലിമീങ്ങൾ എൻ്റെ കൂടെയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അൻഡമാനിലൊക്കെ പോയപ്പോൾ അവിടുത്തെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ആളുകൾക്ക് വരെ ഇവിടെ താമര കൊത്തിവെച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? അപ്പോൾ ഒരു പറ്റം മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ നിർത്തുക എന്നത് അവരുടെ ഒരു തന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ശിഥിലമായ അവസ്ഥ, പണ്ട് ബ്രിട്ടീഷുകാർ അതെന്നാ ചെയ്തത്? മുസ്ലിമീങ്ങളെ രണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ രണ്ടായി, ബറേലവികളും ദയ്യുബന്ദികളും. ബറേലവികളെ കൊണ്ട് ദയ്യുബന്ദികൾക്കെതിരെ കിതാബുകൾ ഉണ്ടാക്കി. നിങ്ങൾ ചരിത്രം ശരിക്കൊന്ന് പഠിച്ചു നോക്കൂ. അന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർക്കെതിരെ, അന്ന് ഡൽഹിയിലെ ഏറ്റവും ടോപ്പ് ദഹ്ലവി പണ്ഡിതന്മാർക്കെതിരെ പോലും അപ്പുറത്ത് നൈസാമുമാരുടെ പണ്ഡിതന്മാരെ കൊണ്ട് കിതാബുകൾ എഴുതിച്ചത് ഇന്ത്യ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇങ്ങനെ ശിഥിലമാക്കപ്പെട്ടു. ഇന്നത്തെ അവസ്ഥ എന്താണ്? സൂഫി സമ്മേളനങ്ങൾ നടത്തുക, ആ സൂഫി സമ്മേളനത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക. കേരളത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ആളുകൾ സൂഫി സമ്മേളനത്തിൽ പങ്കെടുക്കുക. സൂഫി സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ നമ്മുടെ പ്രധാനമന്ത്രിയും മറ്റുള്ളവരൊക്കെ തന്നെയാണ്. ഇങ്ങനെ മുസ്ലിമീങ്ങളെ രണ്ട് ചേരിയിൽ നിർത്തുന്നൊരു സംഭവമുണ്ട്. നമുക്കങ്ങനെ വർഗീയപരമായതില്ല. മുസ്ലിങ്ങൾ മാത്രം ഐക്യപ്പെടുന്ന കാര്യം ഇന്ത്യയിൽ നമ്മൾ പറയരുത്, അത് തെറ്റാണ്. കാരണം മുസ്ലിമീങ്ങൾ മാത്രം അങ്ങനെ ഐക്യപ്പെടേണ്ട കാര്യമില്ല. എല്ലാവരും ഐക്യപ്പെടണം. ഇവിടെ ഹൈന്ദവരും ഐക്യപ്പെടണം, ക്രിസ്ത്യാനികളും ഐക്യപ്പെടണം. ഇവിടെ മാനവരാശി മാത്രമേ ഉള്ളൂ. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാക്കേ നമ്മൾ പറയരുത്. കാരണം എല്ലാ മനുഷ്യരും ഒന്നിച്ചു പോകുന്ന വാക്കേ പറയരുത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായി നമ്മൾ പറയരുത്. മുസ്ലിങ്ങളുടെ ഇന്ന കാര്യം, മുസ്ലിങ്ങളുടെ അങ്ങനെ കാര്യം ഇല്ല. നമുക്ക് മാനവരാശിയുടെ കാര്യമാണ്. കാരണം മാനവരാശി എല്ലാവരും അള്ളാഹുവിൻ്റെ കുടുംബക്കാരാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അൽ ഖൽഖു അയ്യാലുല്ലാഹ്, സൃഷ്ടികളെല്ലാം, എല്ലാ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ കുടുംബക്കാരാണ്.
നമ്മുടെ അയൽവാസിയായിട്ടൊരു നാരായണൻകുട്ടിയേട്ടനുണ്ടോ? അത് ദൈവത്തിൻ്റെ കുടുംബക്കാരനാണ്. ഇത് റസൂലുള്ളാഹി പറഞ്ഞതാണ്. നമ്മുടെ അയൽവാസിയായിട്ടൊരു ജോസഫ് ഏട്ടനുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരനായി, കേരളക്കാരനായി, ഇന്ത്യക്കാരനായി ഈ 132 കോടി ജനതയും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ നമ്മുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കേണ്ടവരാണ്. പക്ഷേ മതപരമായ മൂല്യച്യുതികളിലൂടെ കൊണ്ടുപോയി മതങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് അവനവൻ്റെ മതവും വർഗീയവാദമാക്കി അവസാനം ആ വർഗീയതയെ ആവശ്യമില്ല, ആ രാഷ്ട്രീയം നമുക്ക് ആവശ്യം